വളരെ സാധാരണമായിട്ടുള്ള ജീവിതാനുഭവം, ഏറ്റവും അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം മാത്രം. എന്നിട്ടും കടന്നു വന്ന ജീവിത വഴിയിൽ നേടിയ, എതിർച്ഛയാ നേടിയ അനുഭവങ്ങൾ വളരെ കൃത്യമായി വിനിയോഗിച്ച നമ്മളുടെ ഇന്നത്തെ യുവതയുടെ ഒരു മോട്ടിവേഷണൽ റോൾ മോഡൽ, ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ മഹേഷ് പത്മനാഭൻ. മഹേഷാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഹലോ മഹേഷ്, വെൽക്കം ടു ബിഗ് ടോക്ക്. താങ്ക് യു സർ. സോ മഹേഷ്, ടെൽ മീ, ഈ ഒരു പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ കടന്നു വന്ന ജീവിതയാത്രയെ മഹേഷ് എങ്ങനെ നോക്കിക്കാണുന്നത്? എന്റെ കഥ തന്നെയാണ് സർ എന്റെ ജീവിതവും. നിന്റെ അച്ഛൻ ഗൾഫിലാണോ, നിന്റെ ചേട്ടൻ വീട്ടിലുണ്ടോ, നിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ, ബൗ 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 ബൗ. ഗൗരിയുടെ കാറ് തന്നെ. അവളിരിക്കണല്ലേ അഹങ്കാരി. വാടാ. എന്നും ഇത് തന്നെ. Silence. അരികെ നിഴലായി പതിയെ അണയും അഴകോ നീയ, ഉണരും കുളിരായി മെല്ലെ മഴയായി പൊഴിയും ഞാനോ, തഴുകാമി നേരം തണലായി എന്നും നിൻചാരേ. എന്താണോ നോക്കുന്നത്? കാഴ്ച ബംഗ്ലാവിലേക്ക് നോക്കുന്ന പോലെ അത് മുഴുവൻ പോറിക്കും. മോള് കയറി. നാളെ നമുക്ക് അള്ളൊക്കെയാടാ, അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കാം. വേണ്ട, പോട്ടെ. എനിക്കെന്താ, നിന്റെ ചെവിയല്ല അയാൾ പൊന്നാക്കിയത്. നല്ല രസമല്ലേ ഗൗരിയുടെ ചിരി? പോടാ മറക്കഴുത്. പോടാ. എടാ, നിന്റെ അച്ഛന് ഡൽഹിയില് വലിയ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ആണോ? അതെ. ഒരു കാർ വാങ്ങിക്കാൻ പറയടാ. വാങ്ങിക്കും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഗൗരിയുടെ കാറിനെക്കാളും വലിയ കാറ്. അപ്പൊ ബസ്സാണോ? അല്ല, അതിലും വലുത്. വെടി വെടി, പപ്പന്റെ മോൻ വെടി പറണ്. എന്താടാ? മഹേഷിന്റെ അച്ഛൻ ട്രെയിൻ വാങ്ങിക്കാൻ പോണെന്ന്. ട്രെയിനാ? ഞാൻ പറഞ്ഞില്ല. ട്രെയിൻ ഈ തുരത്തിൽ എവിടെ ഓടിക്കാനാടാ? വാടാ. എന്ത് പുളുവാടാവൻ പറയണേ? കാവുങ്കൽ പത്മനാഭൻ നായർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്നും സ്വന്തമാക്കിയ മാരുതി കാറുമായി വരുന്നു. ചെറുതോണിക്ക് തിലകം ചാർത്തുവാൻ ഈ കൊച്ചു തുരുത്ത് വികസന വഴിയിൽ ഒട്ടും പിന്നോട്ടല്ലെന്ന് വിളിച്ചോടുവാൻ തീർച്ചയായും ഈ മാരുതി ഒരു തുടക്കമാകും. നല്ലവരായ നാട്ടുകാരെ, ചെറുതോണി ബോട്ട് ജെട്ടിയിൽ ഒരുക്കുന്ന വരവേൽപ്പിനും സ്വീകരണത്തിലും ജനപ്രതിനിധികളും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്നു. ഇന്നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വാർത്തയുണ്ടല്ലോ. എന്തു വാർത്ത? മാരുതിക്കാറിന്റെ പടവും ഉണ്ട്, ഇന്ദിരാഗാന്ധിയുടെയും പത്മനാഭൻ ചേട്ടന്റെയും പടവും. കൊള്ളാം. ഇന്ദിരാഗാന്ധി പപ്പേട്ടന് നേരിട്ട് കൊടുത്തായിരിക്കും അല്ലേ? ആണല്ലോ, അതല്ലേ പത്രത്തിൽ ഫോട്ടോ വന്നത്. അതെ, ഇംഗ്ലീഷ് പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് പത്രത്തിൽ ഇംഗ്ലീഷാണ് എഴുതിയിരിക്കുന്നത്, അല്ലാതെ മലയാളം എഴുതാൻ പറ്റില്ലല്ലോ. വാർത്ത എന്താന്ന് പറ സഖാവേ. ആ വാർത്ത എന്താന്ന് പറ. ശരിക്കും മിസ്റ്റർ സഞ്ജയ് ഗാന്ധിയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ചെറിയ കാർ എന്നുള്ളത്. ഇന്ത്യയിലെ സാധാരണക്കാർക്കെല്ലാം ഒരു കാർ, വില 50,000 രൂപ, പൂർണ്ണമായും ജപ്പാൻ നിർമ്മിതം, മെയ്ഡ് ഇൻ ജപ്പാൻ. 50,000 അത്ര ചെറിയ വിലയൊന്നുമല്ലല്ലോ. 50,000 അത്ര ചെറിയ വിലയൊന്നുമല്ല, പക്ഷെ കാറിന് ലോൺ സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മാസം തോറും തവണകളായി അടച്ചാൽ മതി. ദാസപ്പ, പണിയായി. നാട്ടിലെ കാറുകളുടെ എണ്ണം കൂടും. എവിടാ, പടം കണ്ടിട്ടേ ചെറിയ കാറാ.
കഷ്ടിച്ച് 4 ആൾക്ക് കയറാം. ഇവിടെ നമ്മുടെ കാറേലേ ലോനപ്പേട്ടന്റെ ശവടകിന് പോയതേ 16 പേരാ. എന്നിട്ട് സ്ഥലം ബാക്കിയാ. അപ്പോഴാ ചേട്ടോ ചായക്കാശേ കമ്മിറ്റി പറ്റിൽ എഴുതിക്കോ. ശരി. നമ്മളെ അറിയുന്ന നമ്മുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ കാവുങ്കൽ പത്മനാഭൻ നായർ ഇതാ ഇവിടെ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ചെറുവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി ഇളങ്കാറ്റിന്റെ തലോടലുമായി ചെറുസുന്ദരിയായ മാരുതിയോടുകൂടി ഇതാ പത്മനാഭൻ നായർ വന്നുകൊണ്ടിരിക്കുന്നു. കൃത്യം 9:30 ശുഭമുഹൂർത്തത്തിൽ മറുകരയിൽ നിന്ന് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നയാണ്. നമ്മുടെ പ്രിയങ്കരനായ മെമ്പർ ഭാരവുമായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ നാടിന് മുഴുകമറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ പത്മനാഭൻ നായർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ആനയും അമ്പാരിയും ഇല്ലാതെ ചെറുമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പത്മനാഭൻ നായർ വന്നുകൊണ്ടിരിക്കുന്നു. ചെറുമാരുതിയുമായി വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സ്വീകരണം തന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി ചെറുതോണി തുരുത്തിലേക്ക് മാരുതി വാഹനം ഇറക്കാൻ പോവുകയാണ്. സ്വീകരണം സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി. അയ്യോ ശാരദ ഇരിക്കാൻ പോവാണോ? നമുക്ക് പോവണ്ടേ? അവിടെ വരെ എത്താനുള്ളല്ലേ? ഇന്ദിരാജി എന്നോട് ചോദിച്ചു, ഈ കാറ് നാട്ടിൽ കൊണ്ടുപോകാനാണോ അതോ ഇവിടെ ഉപയോഗിക്കാനാണോ എന്ന്. ഞാൻ പറഞ്ഞു നാട്ടിൽ കൊണ്ടുപോകാനാണെന്ന്. എന്തിനും വേണം ഒരു യോഗം. ഇന്ദിരാഗാന്ധി ഇത്ര അടുത്തറിയാന്ന് വെച്ചാ നിസ്സാര. എന്നാ നമുക്ക് ഇറങ്ങാം. ആ മഹേഷ് ഇവിടെ ഉണ്ടല്ലോ. ശാരദീശി ഇടയ്ക്ക് ഇറങ്ങോട്ടോ. മഹേഷേ ഇനി ഉറക്കം ഇതിനകത്തായിരിക്കും അല്ലേ? ശരിയാ, അവനിപ്പോ കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട. പുതുമോടിയല്ലേ ഇതെങ്ങനെ തുറക്കണത്? മോനെ അതൊന്ന് തുറന്നു കൊടുക്ക്. ഇങ്ങനെ വലിച്ച കേറിയിരുന്ന് നോക്ക്. കൊള്ളാട്ടോ ശാരദേ. വല്യച്ച ഇത്ര ശക്തിയിലൊന്നും അടയ്ക്കണ്ട. ദേ നോക്കി തൊട്ടാ മതി. ദാസപ്പന്റെ കാറ് പോലെയല്ല. ദാസപ്പന്റെ കാറാണെങ്കിൽ വലിച്ചടച്ചാ മാത്രം പോരാ, വലിച്ചു പിടിക്കുകയും കൂടെ വേണം. ഇത് സോപ്പ് പൊട്ടിയുടെ അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ പറ്റും. ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ എത്ര പേരാ. അതെ, കുംഭഭരണിക്കൊക്കെ വരണട്ടോ. ഇത്തവണ വരുമ്പോ കാറും കൂടി കൊണ്ടുവരണം. തീർച്ചയായിട്ടും കൊണ്ടുവരാം. അല്ല, ഞാൻ കടത്തുവരെ കൊണ്ടുവിടാം. വേണ്ട, ഞങ്ങള് നടന്നു നോക്കണം. ശരിയാ. ചേട്ടി ചായക്ക് മധുരമില്ല. അറ്റാർക്കത് മതി. നമസ്തേ ഭായ് സാബ്, ഹം ദില്ലി ദൂരദർശൻ സേ ഹേ. കാവുങ്കൽ പത്മനാഭൻ ജി കാ ഘർ മാലൂം ഹേ? എടാ നിനക്ക് മനസ്സിലായില്ലേ? കാവുങ്കൽ പപ്പേട്ടന്റെ വീട്. പപ്പേട്ടന്റെ വീടാ? ആ പപ്പേട്ടന്റെ വീട്. കാണിച്ചാരാ ഹേ പറയണ്ടേ? പറ്റല്ലേ? വീട്ടിലേക്ക് ഇപ്പൊ കാണിച്ചു. ഇതേതാ വേറെ വണ്ടി? ബാബു ബാബു ഏതാടാ വണ്ടി? ഡൽഹി ദൂരദർശന പപ്പേന്റെ വീട്ടിലേക്ക്. ആണോ? ആ പപ്പേന്റെ വീട്ടിലേക്ക് ഡൽഹി ദൂരദർശൻ. കേറിക്കോ കേറിക്കോ.
നമസ്കാരം. ഇന്ദിരാജി അവതരിപ്പിച്ച മാരുതി കാർ ചെറുതോണിയിൽ എത്തിച്ച പത്മനാഭനെയും ഫാമിലിയെയും പരിചയപ്പെടാം. ഹായ് സർ. ഡൽഹിയിൽ നിന്ന് സാർ ഈ കാർ കൊണ്ടുവന്നപ്പോ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? എല്ലാരും വളരെ ആഘോഷപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തത്. ഇന്ദിരാന്തി വരുവോ? ഇന്ദിരാന്തി വരുവോ? എന്നാ കേട്ടത്. സാർ ഇത് ദില്ലിയിലേക്ക് തിരികെ കൊണ്ടുപോകോ അതോ ഇവിടെ തന്നെ കാണോ? ഇല്ല, ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും ഈ വണ്ടി. മിസ്സസ് പത്മനാഭന് എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? പറയൂ. സന്തോഷം. നമ്മൾ അറിയാതെ വന്നൊരു സൗഭാഗ്യമല്ലേ. മോൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറെ നാൾ ആഗ്രഹിച്ചിട്ട് ഒരു വണ്ടിയാ. നമസ്കാരം. നമസ്തേ. ഇത് എപ്പോ കാണിക്കും? क्या बोला? ഹിന്ദിക്കാരനാ. हिंदी चौधरी ഇതർ बोले എപ്പോ കാണിക്കും? आप क्या बोल रहे हैं? ടിവി ठीक है. എപ്പോ കാണിക്കും? ओके कल रात ठीक 7 बजे. അടുത്ത ആഴ്ച കാണിക്കുമെന്ന്. സന്തോഷം. ठीक है थैंक यू. കേറിയട്ടെ. ഞാൻ അവിടെ ഉണ്ടാക്കണോ? ഓ धन्यवाद थैंक यू सो मच. धन्यवाद. പപ്പേട്ടാ, ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരോട് എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. ഇന്നിപ്പോ ഇവിടെ എടുത്ത ദൂരദർശന്റെ വാർത്ത നിങ്ങൾക്ക് നാളെ രാത്രി 7 മണിക്ക് ടെലിവിഷനിൽ കാണാൻ പറ്റും. എല്ലാരും കാണണം. വളരെ സന്തോഷം. ഓക്കെ, ശരി. ഡൽഹിയിലേക്ക് തിരിച്ചു കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും ഈ വണ്ടി. എല്ലാരും വളരെ ആഘോഷപൂർവ്വമാണ് ഇത് ഏറ്റെടുത്തത്. മിന്നായം പോലെ വന്നങ്ങ് എവിടെ അത് കഴിഞ്ഞു കാണിച്ചല്ലോ. മഹേഷ് വന്ന് കിടക്കാൻ നോക്ക്. ഇനി ശാരദേച്ചി പറഞ്ഞ പോലെ നിന്റെ ഉറക്കമൊക്കെ ഇതിനകത്ത് തന്നെയാണോ? ഞാൻ ദേവി കൊണ്ട് മൊത്തം എഴുതിക്കും. അവൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ദേവിന്റെ ലൈന എടാടാ മനുഷ്യന് വണ്ടിയിരുന്നേ അറിയാ. നിർത്താണ്ട് പോയല്ലോ. തിരിച്ചു വന്നുണ്ടോ? വാടാ കേറ് കേറിയിരിക്കും. കേറി കേറി. കേറിയോ? എല്ലാരും കേറിയോ? ഇത് AC ആണോ? അല്ല താനാ AC ആക്കാൻ പോവാ അല്ലേ അച്ഛാ? ഇത് നല്ല സ്പീഡിൽ പോവോ? ഞാനിതാ ഹനുമാൻ ഗീറിടുകയാണ്. പിടിച്ചിരുന്നോ? എന്നെ പിടിക്കാനല്ല, സീറ്റ് പിടിച്ചിരിക്കാനാ പറഞ്ഞത്. ഇപ്പൊ കൊള്ളാം, നല്ല സ്പീഡില്ലേ? മാറു സൂക്ഷിച്ചേ ഓടണ്ട. നമസ്കാരം. വരൂ. താങ്കൾ എന്നാ തിരിച്ച് ദില്ലിക്ക്? വണ്ടി കൊണ്ടുവരാൻ വേണ്ടി വന്നതാ. ഉടനെ തിരിച്ചു പോണം ഡൽഹിക്ക്. അതെ, പണിക്കരേട്ടന്റെ മോള് ഗൗരിയെ ഡൽഹിക്ക് കൊണ്ടുപോവല്ലേ? ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരി, നീയും പോകുന്നുണ്ടാ? ഊവച്ചാ ഞാനും പോണു. ഓ പഠിക്കണ്ട, ഇങ്ങനെ നടന്നു. അപ്പൊ ഇനി ഗൗരിയുടെ പഠിപ്പൊക്കെ എങ്ങനെയാ? ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്കൂളിലെ സ്റ്റാൻഡേർഡ് അല്ലല്ലോ. ശരിയാ. പപ്പേട്ടൻ എപ്പോഴും പറയാറുണ്ട് മഹേഷിനെ ഡൽഹിയിൽ കൊണ്ടുപോയി പഠിപ്പിക്കാന്ന്. പക്ഷെ സത്യം പറയാലോ ശോഭേ, എനിക്ക് തീരെ താല്പര്യമില്ല. പഠിക്കണവന് എവിടെ പഠിച്ചാലെന്താ? ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നതാ, ഒറിജിനൽ ഫ്രൂട്ട് പൾപ്പാ. അതെയോ? എനിക്ക് ഡൽഹിക്ക് പോണ്ട, ഇവിടെ ഇഷ്ടം. വലിയ സ്കൂളാന്നൊക്കെയല്ലേ പറഞ്ഞേ? പക്ഷെ അച്ഛൻ വരണില്ല, കൂട്ടുകാരും ഇല്ല, പിന്നെ മഹേഷും ഇല്ല. ഞാൻ ഒറ്റയ്ക്കാവും. ഭാഗ്യ, ഡൽഹിയൊക്കെ കാണാലോ.
നിങ്ങൾ എവിടെ ഇരിക്കണോ? വാ പോവാ. അമ്മ വിളിക്കണം, ഞാൻ പോവാ ഗൗരി. മഹേഷ്, നീയോ ഇരാവിൽ കാതോരമോ ഇത് മഹേഷിനാ. മൗനം വാചാലമോ. മഹേഷേ, എടാ മഹേഷേ, ഗൗരി ഡൽഹി പോവാൻ ഇറങ്ങി കഴിഞ്ഞു. भारत की प्रधानमंत्री इंदिरा गांधी की आज हत्या हो गई। वे मेरी ही मां नहीं, वे देश भर की मां थी। उन्होंने अपने रक्त की अंतिम बूंद तक देश की सेवा करी। आज देश का जो रूप है उसे बनाने में उनका कितना हाथ, कितना श्रम। ദേ അപ്പുറത്തെ സതീശൻ വന്നിട്ടുണ്ട്, വാർഡ് മെമ്പറും ഉണ്ട് കൂടെ. ये सारा देश जानता है। आप सब जानते हैं कि നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ ഇരിക്കൂ. ഡൽഹിയൊക്കെ കത്തുവാണല്ലേ? അതെ, ഞാൻ ആ വാർത്ത ടെലിവിഷനിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പപ്പേട്ടൻ നാട്ടിലായത് നന്നായി. പക്ഷെ കഷ്ടമായിപ്പോയി. നിരാജിക്ക് പകരം വയ്ക്കാൻ വേറെ ആരാ ഉള്ളത്? ഞങ്ങൾ വന്നത് നാളെ ഒരു അനുസ്മരണ ചടങ്ങ് നടത്തുന്നുണ്ട്. അപ്പോ പപ്പേട്ടൻ അതിന്റെ അധ്യക്ഷനാവണം. അയ്യോ, ഞാനോ? അതെ, പപ്പൻ തന്നെ വേണം. ഈ ചെറുതോണി തുരുത്തില് ഇന്ദിരാജിയെ നേരിട്ട് കണ്ട ഏക വ്യക്തി പപ്പനാണ്. പപ്പന്റെ ഈ കാറ് കാണുമ്പോ ഇന്ദിരാജിയെ നേരിട്ട് കാണുന്ന പോലെയാ എനിക്ക്. ശരി, ഞാൻ വരാം. ശരി, എന്നാ പിന്നെ ഞങ്ങൾ കാണാം. ശരിയാണ്. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില വർധന നാളെ നിലവിൽ വരും. 10% വർധന. അതെ, അധ്വാനത്തിന്റെ മഹത്വത്തെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും അതെ, രാജനില്ലല്ലോ. തിരുവനന്തപുരം വരെ പോവണ്ടേ? ട്രെയിനിൽ പോയാ മതിയായിരുന്നു. അവിടെ ചെന്നിട്ട് എനിക്ക് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്, അതുകൊണ്ടാ. ഓ, ഞാനിത് വണ്ടിയിൽ നിറക്കാൻ മറന്നു. അച്ഛനെന്നാ വരിക? അതറിയില്ല. മകേഷേ, ആ പെട്ടിങ് എടുക്ക്. ഇത് നീ പറഞ്ഞതുപോലെ ഞാൻ ട്രെയിനിൽ തന്നെ പോവാം. അതാ നല്ലത്. നീ വണ്ടി എടുത്ത് ഷെഡ് ഇട്ടേക്കേ. ശരി. അപകടം നടന്ന സമയത്ത് ചെറിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇപ്പോഴും മാനം ചെറുതായി ഇരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സമീപവാസികൾ ബോട്ടിലും വഞ്ചികളിലുമായി രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ തന്നെയുണ്ട്. കൂടാതെ ഫയർഫോഴ്സ്, നാവികസേന, പോലീസ് ഉദ്യോഗസ്ഥർ മുതലായവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ദുരന്തമറിഞ്ഞെത്തിയ യാത്രക്കാരുടെയും ബന്ധുമിത്രാദികളുടെയും തിരക്കും അനിയന്ത്രിതമായി ഇപ്പോഴും തുടരുകയാണ്.
ഇത് പപ്പേട്ടനുണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഓടും സഖാവും ദാമുവും പോയിട്ടുണ്ട്. ബോഡി തിരിച്ചറിയണ്ടേ? ഞാൻ കരയോത്തിലൊന്ന് പറയട്ടെ. ഞാനും വന്നേക്കാം. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ തീവണ്ടി അപകടങ്ങളിൽ ഒന്നാണിത്. അപകടത്തിൽ മരിച്ചവർക്ക് മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു. ഈ കാറിലാ പോയിരുന്നെങ്കിൽ അച്ഛൻ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലേ അമ്മ? ഞാനാ പറഞ്ഞത് കാറിൽ പോവണ്ട, വേണ്ടായിരുന്നു. പാലത്തിന്റെ പേര് നല്ലൊരു വീതം അടിച്ചിട്ടുണ്ടാവല്ലേ? നമ്മളൊന്നും കണ്ടായിട്ടില്ല. അതാ വന്ന മന്ത്രി അയ്യോ തള്ളല്ലേ തള്ളല്ലേ 10 പൈസ കിട്ടില്ല. പോട്ടെ പോട്ടെ. നമസ്കാരം. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ? ജോസേട്ടാ, മിനിസ്റ്ററെ വേഗം വിടണം. വേറൊരു പാലം, 2 കലുങ്ക്, ഒരു ബസ് സ്റ്റോപ്പും ഉദ്ഘാടനം ഉള്ളതാ. അത് കൂടാതെ ഇന്നൊരു ലൈവ് സമ്മേളനം കൂടി അതുണ്ടോ? എല്ലാരും കൈയടിച്ചാട്ടെ കൈയടിച്ചാട്ടെ. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കേരളത്തിന്റെ ആദരണീയനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജേക്കബ് കോരാവർകൾ ഈ ഉദ്ഘാടന വേദിയിൽ എത്തിയിരിക്കുകയാണ്. ചെറുതോണിക്കാരുടെ സ്നേഹനിർഭരമായ സ്വാഗതം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ചിരകാല സ്വപ്നമായ ചെറുതോണിത്തുരുത്ത് പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഈ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ്. വികസനങ്ങളൊന്നും കടന്നുവരാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറുതോണിത്തുരുത്ത് എന്ന് പറയുന്ന ഈ ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന നമ്മുടെ അഭിമാന പദ്ധതിയായ ഈ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരണീയനായ മന്ത്രിയെ ബഹുമാന പുരസ്സരം ചെറുതോണിക്കാർക്ക് വേണ്ടി ഹൃദയപൂർവ്വം ഈ മഹത് കർമ്മത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. അങ്ങനെ ഏറെ നാളായുള്ള ചെറുതോണിത്തുരുത്തിന്റെ സ്വപ്നം ഇന്ന് പൂവണിയുകയാണ്. ഗതാഗത യോഗ്യമാവുന്ന ചെറുതോണിത്തുരുത്ത് സംസ്ഥാനത്തിന് വളരെ വലിയ സംഭാവനകൾ നൽകുമെന്നതിൽ എനിക്ക് സംശയമില്ല. ഈ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടിക്കാം. വണ്ടി എടുക്കട്ടെ സാറേ, സത്യം അവതരിക്കുക. ബാക്കി അവിടെ മന്ത്രി ബഹുമാനിക്കണം കേട്ടോ. ഒന്നും പറയണ്ട. വണ്ടി എടുക്കണോ? ലോകത്ത് വേറെ ആർക്കും കാറില്ലല്ലോ. എത്ര കേസ് അവന്റെ പേരില്? ഞാൻ കാരം അടിച്ച് റെസീറ്റ് എടുത്ത് വെക്കുന്നത് ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി മാത്രം. തലയും താഴ്ത്തി നിൽക്കുന്ന നോക്ക്. നിന്നോട് തല പൊക്കി നിൽക്കാൻ. വണ്ടിയോടാണല്ലോ താല്പര്യം എന്ന് കരുതി ITയിൽ ചേർത്തു. എന്നിട്ടോ അവിടുത്തെ അധ്യാപകന്റെ തലയടിച്ച് പൊട്ടിച്ച് പഠിപ്പ് നിർത്തി അവിടുന്ന് പോന്നു. ആ കേസ് തീർന്നോടാ? അത് തീർന്നിട്ടാ? ഇല്ലടാ. പിന്നെ ഞങ്ങളിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സാ. മിണ്ടരുത്. ഇനി കേസും കൂട്ടൊന്നും പറഞ്ഞ് ഈ പടി കയറരുത്, പറഞ്ഞേക്കാം. എന്തിനാ ഇവനെ പറയുന്നത്? ആവതില്ലാഞ്ഞിട്ടും കടവും വിലയും മേടിച്ച് ആ കാറ് വാങ്ങിച്ച ഇവന്റെ തന്തയെ പറഞ്ഞാ പോരെ? എന്തിനാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കണേ? അമ്മ വരുന്നുണ്ടോ? വാടാ. അമ്മ ശരിയെന്നാ. അമ്മ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? എന്തിനാടാ മറ്റുള്ളവരെ കൊണ്ടിങ്ങനെ പറയിക്കുന്നത്?
ഞാൻ വിൽസൺ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ ഒരു ജോലി വേണമെന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പ് പണിയോ? അതെന്താ, അത് പണിയല്ലേ? എന്തിനാ ഇവനെ പറയുന്നത്? ആവതില്ലാഞ്ഞിട്ടും കടവും വിലയും മേടിച്ച് ആ കാറ് വാങ്ങിച്ച ഇവന്റെ തന്തേ പറഞ്ഞ പോലെ. ഒരുപാട് കാശുണ്ടായിട്ടൊന്നും അല്ല നമ്മൾ ഈ കാറ് വാങ്ങിച്ചത്. എന്റെ അച്ഛന്റെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കുക എന്നുള്ളത്. ആ ആഗ്രഹം നടന്നത് ഇപ്പോഴാണെന്ന് മാത്രം. പിന്നെ എന്റെ ഈ കുട്ടന്റെ കൊതി മാറാൻ മക്കൾ ഉറങ്ങിക്കാം. എന്റെ മഹേഷേ, ഗഡുക്കള് കൂട്ടിക്കിട്ടാ ഇങ്ങനെ അപേക്ഷ തന്നുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സർ, എങ്ങനെയെങ്കിലും ഒരു മാസം കൂടെ സമയം തരണം. വർക്ക്ഷോപ്പിൽ പണി കുറവാ. നോക്കട്ടെ. ശരി 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 സാർ. ഭാസ്കര, അതിനിപ്പോ പുള്ളി ശരിയായിക്കോളും. കാശ് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് എടുത്ത് വിൽക്കായിരുന്നു. ആ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറ. നടക്ക്. നമ്മുടെ വടക്കും ഭാഗത്തെ സ്ഥലത്തിന്റെ കാര്യം വല്ലതും നടക്കൂടാ? വഴിയില്ലാത്തോണ്ട് അത് വിറ്റുപോന്നുള്ള ടെൻഷൻ വേണ്ട. സൊസൈറ്റിയിലെ ലോണിന്റെ കാര്യം ഓർക്കുമ്പോഴാ. എല്ലാ മാസവും ലോട്ടറി എടുക്കണ്ട അമ്മേ, അടിക്കണ്ടേ. കണ്ടോ? വേണ്ടടാ, നീ കണ്ടോ? വേണ്ട, സീരിയൽ കൊടുക്കണ്ട. സ്പാനർ 16 61 മഹേഷേട്ടാ ഫുള്ള് ചവിട്ടി. അതില് ഗ്രീസൊന്നും ആയില്ലല്ലേ? ഒരിക്കലും ആവില്ല ചേട്ടാ. ഗ്ലാൻഡ് വാഷർ ലൂസാണ്, തേയ്മാനമുണ്ട്, മാറ്റണം. അഴിച്ചു നോക്കാതെ എങ്ങനെ അറിയാം? എന്റെ പൊന്നു ചേട്ടാ, ശബ്ദം കേട്ടാ മതി മഹേഷിന് അസുഖം തിരിച്ചറിയാം. ചേട്ടാ സൗണ്ട് ഓഫ്. മഹേഷേ, എന്റെ കാറ് വെച്ചോടാ കേട്ടോ. ഈ തങ്കച്ചനെടുക്കാന്ന്. വലിയ വിലയൊന്നും തരാനല്ലോ മഹേഷ്. എടാ, നീയാൾ വിളിച്ചോണ്ട് പോയി. എടാ, നീയല്ലേ പറഞ്ഞ കാറ് കൊടുക്കാന്ന്. ചേട്ടാ, എന്റെ വണ്ടി ഞാൻ കൊടുക്കുന്നില്ല. ഇതിന് വട്ട. ഇതെന്ത് വർത്താനാ മഹേഷ്? തനിക്കെന്തോ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എന്റെ കാറ് കൊടുക്കുന്നില്ല. താൻ വിട്ടെ. വിട് വിട് വിട്. ഈ സമയത്ത് 2 ടിക്കറ്റ് വിൽക്കായിരുന്നു. എടാ, മേലെ ഈ പരിപാടിയായിട്ട് എന്റെ അടുത്ത് വരരുത്. ഇനി കടം ചോദിച്ചാൽ തരാൻ എന്റെ കാശുണ്ടാവില്ല. നീ അതിന്റെ പാടായി. ഓ തങ്കച്ചാ നിക്ക്. എടാ, നീ സ്പാനർ എടുത്തോണ്ടെങ്കിൽ വന്ന്. പറഞ്ഞു വേഗം വാടാ. ജോബി ചാനൽ ആൻസർ ആണോടാ? ഒരു മിസ്സിങ്, ഒരു കല്യാണം കല്യാണ പെണ്ണാണോ മിസ്സിങ്? 11 മണിക്ക് അവിടെ എത്താനുള്ളതാ. വണ്ടി ഇവിടെ ഇട്ടേച്ചു പോവാം. നീ നോക്കി വെച്ചാ മതി. 10 മിനിറ്റ് വെയിറ്റ്. ഞാൻ വണ്ടി ഇപ്പൊ തന്നിട്ട് നടക്കുന്നേ 10 മിനിറ്റ്. അവനൊന്ന് കൈ തൊടാനുള്ള സമയം. ജോബിച്ചാൻ ഓർമ്മയുണ്ടോ? പണ്ടൊരു മുന്തിയനെ കാർ സ്റ്റാർട്ട് ആവാതെ നമ്മുടെ ചെറുതോണി വന്ന് പെട്ടത്. അന്ന് ഈ മഹേഷേ ചെറുതായിട്ടൊന്ന് തൊട്ടതാ. വണ്ടി പുഷ്പം പോലെ സ്റ്റാർട്ടായത്. അന്നേ ആ കമ്പനി പൊന്നുമ്പലേക്ക് ചക്കര പൊക്കാൻ നോക്കിയതാ. ഞാൻ വിടുവോ? ചിലരങ്ങനെയാ, മറ്റുള്ളവരെ നന്നാവാൻ സമ്മതിക്കേയില്ല അല്ലേ? അന്ന് ആ കമ്പനി വിളിച്ചോ പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ എത്തിയാണ്. ശരിയാ. ചെറുതോണി അമ്മയും വിട്ടുപോകാനുള്ള മടി. തുറക്കടാ. പുഷിങ് ഉണ്ട്, പക്ഷെ അങ്ങോട്ട് എടുക്കണില്ല. വന്നേ അതിരിക്കാം. ഇതിന്റെ ബുഷ് എന്തെങ്കിലും ഊരി പോയതായിരുന്നു. എനിക്ക് കല്യാണം പെണ്ണിന്റെ കൈ പിടിച്ചു കൊടുക്കാനുള്ളതാ. അത് വേണോ? ഓഫീസ് AC അല്ലേ? AC അല്ല, പണിക്കരേട്ടന്റെ വണ്ടി ഷാട്ടാവണില്ല. പണിക്കരം വന്നു വീട്ടില്. ശരിയാ. രമേശോ, എല്ലാം എടുത്താ
അച്ഛനെ ഞാനേ ഒന്ന് പണിക്കരന്മാരുടെ വീട് വരെ പോയിട്ട് വരാം. ഇത് വണ്ടി മഹേഷ് വണ്ടി ഒന്ന് നോക്കടാ. എഞ്ചിൻ ഇറക്കണം. ഒരു രണ്ടാഴ്ചയാ. അതെ, അവനൊന്ന് കൈ തൊടാനുള്ള സമയം. ഇപ്പൊ തൊട്ടില്ലല്ലോ. വീട്ടിലാണെങ്കിൽ ചോറും വെച്ചിട്ടില്ലേ. ആ മഹേഷേ, ഞാൻ തന്നെ നോക്കിയിരിക്കായിരുന്നു. വർക്ക്ഷോപ്പിൽ നല്ല തിരക്കായിരുന്നല്ലേ? ആ തിരക്കായിരുന്നു. പിന്നെ പണിക്കരമ്മ വിളിച്ചപ്പോ ഓടിങ്ങ് വന്ന. ബോണറ്റ് തുറക്ക്. വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായോ? ഞാൻ ഇന്നലെയും കൂടെ എടുത്തിട്ട് കൊണ്ടിട്ടല്ലേ. തുറന്നടാ. സ്റ്റാർട്ട് ചെയ്തു. അത് ക്ലാവ് പിടിച്ചതാ. രമേശ എന്തോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തേര്. നീ കരുവാ, ചായ കുടിച്ചിട്ട് വാ. ഓ വാ. നീ ഇരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. തനിക്കിപ്പോ അവളെ കണ്ട മനസ്സിലാവില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ എടുത്തോണ്ട് വന്നാ. ഗൗരി ഉടനെ വല്ല ഉണ്ടോ നാട്ടിലേക്ക്? എവിടെ, അവിടെ തിരക്ക് കഴിഞ്ഞിട്ട് വേണ്ട നാട്ടിലേക്ക് വരാൻ. സാറേ ചായ. ചായ. ഹലോ, ആരാ? പറഞ്ഞ പറ. ഗൗരിയുടെ മൊബൈൽ വിളിച്ചാൽ കിട്ടുമെന്നറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാം, അവളുടെ ഫ്ലാറ്റിലെ നമ്പർ തരാം, നോട്ട് ചെയ്തോ. 011-842-426-009. ഓക്കെ അല്ലേ? അവള് കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ നിന്ന് വന്നായിരുന്നു. സുഖായിരിക്കുന്നു. ഓക്കെ. പണിക്കരമ്മ ഞാൻ ഇറങ്ങോട്ടെ. അല്ല, ഇതിന്റെ പൈസ? അയ്യോ, അതിന് ഞാൻ പണിയൊന്നും ചെയ്തില്ല. പോയിക്കോട്ടെ. ഓ ശരി ശരി. ആരുടെ നമ്പറാന്നറിയോ? ആരുടെ? എന്റെ ഗൗരിയുടെ. ഗൗരിയുടെയോ? ഇതെവിടെ ഒപ്പിച്ചു? കൊപ്പിച്ച്. എടാ നീ വിളിക്കടാ, നമുക്ക് സംസാരിക്കാം. എടാ ശ്രമിച്ചു നോക്കി, പക്ഷേ ഒരു ധൈര്യം കിട്ടുന്നില്ല. നീ ഇതടിക്ക്, എന്നിട്ട് വിളിക്കും. വേണ്ട. വിളിക്കടാ. വേണോ? വേണം. നീ എന്നെ നോക്കണ എന്തിനാ? ദേവൻ വിളിക്കണം. ഈ മണ്ണ കട്ട് ചെയ്തു. അതല്ലടാ, പെട്ടെന്ന് ഫോൺ എടുത്തപ്പോഴേ സംസാരിക്കേണ്ടത് അറിയാൻ പാടില്ല. എന്താ പറയണ്ടെന്നൊരു. അവിടെ എല്ലാവർക്കും സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നീട്ടുന്നില്ല, പിന്നെ വിളിക്കാം, അത്രേ ഉള്ളൂ. ഒന്നും മിണ്ടാതിരിക്കണം. ഞാൻ പറയാത്തത് കടല കൊണ്ട് എറിയില്ലെന്ന് തീരും. തീരട്ടെ. നീ ഒന്നുകൂടെ വിളിച്ചേ. ഞാൻ വിളിക്കാം, നിങ്ങളാരും സംസാരിക്കൂ. നീ വിളിക്ക്, എനിക്ക് ഗൗരിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിനക്കാ?
അയ്യോ എന്ത് എനിക്കുണ്ടോ? തരൂ, കുട്ടിയോട് ഞാൻ സംസാരിക്കാം. സംസാരിക്കും. ഇതൊന്നും ശരിയാവൂലടാ. ഇവരൊക്കെ വേറെ റേഞ്ചാ. മലയാളം പോലും മറന്നുപോയി. എന്നൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. നീ ഇത് വിട്ടേക്ക്. നിന്റെ ആശാന പറയുന്നത് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും. കൊക്ക എവിടെ? കുഴപ്പമായ ഇയാളെ കിട്ടിയ സാധാരണ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാറുണ്ടോ? എന്നും വരാറില്ല. ഇന്നിപ്പോ ചേട്ടൻ വരുന്നു പറഞ്ഞോണ്ട് വരും. ആ ദേ വന്നൂലോ. ഇയാളെന്നെ കെട്ടിച്ചോളൂ. നിന്റെ ബാക്കി അമ്മാവനെപ്പോ വന്ന്? ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഇരിക്കി. പിന്നെ വാസു കൊണ്ടുവന്ന് നല്ലൊരു കാര്യമാണ്. പെൺകുട്ടി ബി.എഡ് പാസ്സായതാ. ഒരു സ്കൂളിൽ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുക. നിനക്ക് പണിയൊന്നുമില്ലെങ്കിലും ജീവിക്കാം. അതെ, അതായത് വർക്ക്ഷോപ്പ് പണിയാനുള്ള കുറച്ച് സ്ഥലവും പണവും തരും. പിന്നെന്താ വേണ്ടത്? നിങ്ങൾ പണ്ട് ആനയും കാറുള്ള വലിയ തറവാട്ടുകാരാണെന്നാ ഞാൻ പറഞ്ഞിരിക്കണേ. കാറുണ്ടല്ലോ. ആന ഹേയ് ഉണ്ടായിരുന്നല്ലോ. ഇതെനിക്കൊരു പുതിയ അറിവാണല്ലോ. 3-4 ആള് പോയി. കുറച്ചും കൂടെ വരുമാനമൊക്കെ ആയിട്ട് പോരാമോ കല്യാണം? എന്നാ പിന്നെ ഈ ജന്മം കല്യാണം നടക്കില്ല. നീയും മോനും കൂടെ ഒന്ന് ആലോചിക്ക്. വേണമെങ്കിൽ വാസു കൂടെ വരും. ആദ്യം പെൺകുട്ടിയെ പോയി ഒന്ന് കാണ്. പാടോ. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. ഡാ വേണ്ടെന്ന് വെക്കണ്ട. ആ കുട്ടിയൊന്ന് പോയി കാണുന്നോണ്ട് എന്താ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ശരിയാക്കാം. നീ രക്ഷപ്പെട്ടടി. കാരണം വലിയ കാശുകാരനാന്നാണ് കേട്ടത്. കാറൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ശ്രീധരനായിട്ട് അതൊന്നും കൊടുക്കണ്ടല്ലോ. അമ്മായി രക്ഷപ്പെട്ടു. ഞാൻ എന്നും പറയാറില്ലേ, നിന്റെ മോളെ കല്യാണം കഴിക്കാൻ വരുന്നവൻ കാറും ബംഗ്ലാവും ഒക്കെ ഉള്ള ഒരുത്തനായിരിക്കുമെന്ന്. അമ്മോ, എടി അമ്മോ, അതവിടെ വെച്ച് എന്നിട്ട് അപ്പുറത്തെങ്ങനും പോയേ. പോ. എന്താ മോളെ പുറത്തു പോയി കളിച്ചേ? ആക്ച്വലി അവരെ കാണുന്നില്ലല്ലോ. അവരെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അവരിറങ്ങിന്നാ പറഞ്ഞേ. ദേ അവര് വന്നു. അയ്യോ, എവിടെ നോക്കട്ടെ. അത് ഈ ഫിൽറ്ററിലൊരു ചെറിയ കരട് കയറിയതാ. ഒന്ന് ക്ലീൻ ചെയ്താൽ ശരിയോ? വൈകി എന്നാലും കുഴപ്പമില്ല. വരിക. വണ്ടി തള്ളത്തേക്കണോ? നീ വന്ന് വേണ്ടേ? എനിക്കറിയാൻ ചെയ്യണോ? സരോജെ, എന്ത് പരിപാടി ഇത്? നീ കണ്ടായിരുന്നോ? ഇതെന്ത് കുതിരയോ? എന്നാ ആയിക്കോട്ടെ. എന്നാ പിന്നെ കാര്യങ്ങളിലേക്ക് കടക്കല്ലേ. എന്താണത്? മായ വിളിക്കേ. മായേ വാ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ അകത്തേക്ക് ഇരിക്കാം. ഇല്ല, പുറത്തേക്ക് നിൽക്കാം. വരും. ചെല്ലടി പോ. ഇതെന്തോ കരട് കയറിയതാ. ഒന്ന് പിടിക്കോ. ഈ തുമ്മലും ചീറ്റിലൊന്നും ശീലമില്ലാത്തതാ. പെട്ടെന്ന് എന്തു പറ്റിയാവോ? ഇത് ഇത് ഫിൽറ്റർ കരട് കയറി തന്നെ. അതെങ്ങനെയാ? ഈ പെട്രോളിന് മുഴുവൻ മായല്ലേ? മായ
മായല്ല മായം. ഇനിയിപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതാ ഇപ്പൊ ശരിയായിട്ടുണ്ടാവും. നോക്കോ. എന്താ ഒന്നും സംസാരിക്കാത്ത? ഞാൻ പറഞ്ഞില്ലേ, വാ അതിന് സംസാരിക്കാം. വീട്ടിൽ ഇതല്ലാതെ വേറെ കാറില്ലേ? ഇല്ല. ഇതിലും ഭേദം കാണുന്നുണ്ട്. അയ്യേ, മനുഷ്യന്റെ മാനങ്ങളൊന്നും ഇനി പുറത്തിറക്കില്ല ഞാൻ. നോക്കിക്കോ, ഒന്നുപോലെ ഞാൻ നോക്കുന്നില്ല. എന്തിന്റെ കുറവുണ്ടായിട്ടോ? എന്റെ കാശുണ്ടായിട്ടൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ നിന്നെ കുറിച്ച് ആലോചിക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല. ആ സ്നേഹം തിരിച്ചും വേണം. മനസ്സിലായി? സ്നേഹം. ഓഹോ, അത് ശരി. എടി ബിന്ദു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എന്ത്? ഞാൻ ആടിനഴിക്കാൻ വന്നതാ. എല്ലാം ഞാൻ കേട്ടടാ. കല്യാണം മുടങ്ങിയതിന്റെ കാര്യം എന്താന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്താന്ന് വെച്ചാ അയക്കോ, എനിക്കെന്താ? നടക്ക്. അമ്മേ, ലക്ഷപ്രഭു ആകാം, 25 ലക്ഷത്തിന്റെ അധിപനാകാം, അവകാശിയാകാം. മാറ്റി വെച്ചിരുന്ന വണ്ടി ഒരെണ്ണം നല്ല എടുത്തുട്ടോ. നാളെ വരുന്ന എല്ലാ പ്രശ്നങ്ങളുടെ ഫലപ്രസിദ്ധീകരണം അറിയാൻ ചേട്ടന് മാറ്റി വെച്ചിട്ട് തരട്ടെ. കണ്ടോ? എങ്ങനെയുണ്ട്? ഓ, അത് ഓടുവോ? ആ, അയാൾ ഓടിച്ചോട്ടല്ലോ ഒന്ന്. ഓടിച്ചിട്ട് അതെന്താ ഇരുമ്പലൊക്കെ കിട്ടിയത്? സംഭവം ഞാൻ 20,000 ഒപ്പിച്ചു കൊടുത്തതാ. 20,000 രൂപയ്ക്ക്? ആ, ചെറിയ ബാർഗനൊക്കെ വേണ്ടി വന്നു. ആ കാറിന് അത്ര വിലയേ ഉള്ളൂ. ഓ, പക്ഷെ നിന്റെ കയ്യിലിരിക്കുന്ന കാറിന്റെ മൂല്യം അതാർക്കും അളക്കാൻ കഴിയില്ല. ഒരിക്കലും വിറ്റ് കളയരുത്. അതൊരു ചരിത്ര പുസ്തകം. കേട്ടോ? ചരിത്ര പുസ്തകമാണെങ്കിൽ ലൈബ്രറി കൊണ്ടുവന്ന് വെച്ചൂടെ സഖാവേ? തമാശയല്ല, ഒരു കാലഗണനയാത്. മാരുതിക്കാറിന് മുമ്പും മാരുതിക്കാറിന് ശേഷവും. 1983 ഈ മാരുതിക്കാർ വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീടുകളിൽ പശുത്തൊഴുത്തുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കാർ ഷെഡുകളില്ലായിരുന്നു. ഇന്ത്യയിലെ പശുത്തൊഴുത്തുകൾ മുഴുവൻ കാർ ഷെഡുകളായി പരിണമിച്ചതിന്റെ കാരണം ഈ മാരുതി കാറിന്റെ വരവാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടാ? ഓ, ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായി. റൈറ്റ്. അതെ, ഞാൻ ആ വില്ലേജ് ഓഫീസർ റോട്ടിൽ പോസ്റ്റാക്കി നിർത്തിക്കോ. വന്നേ. അതെന്താ, ഞാൻ വരികയല്ലേ? രാജാ, 2 പുസ്തകം എഴുതി വെച്ചോ. ശരി. മൈക്രോസ്കോപ്പിക് സിലിക്കോനോ വൊക്കാനോ നിമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോണിയോസിസ്, അങ്ങനെയാ പറയേണ്ടത്. അത് ഈ ശ്വാസകോശത്തിന് വരുന്ന ഒരു തരം അലർജിക് കണ്ടീഷൻ. വരികയല്ലോ. നടക്കാൻ കൊടുക്കും. അമ്മേ, 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 അമ്മേ. എന്താടാ? രവി കാറ് കൊണ്ടുവരുന്നു. ഇവിടെ ആരും വന്നില്ല. ഷെഡില് കാറ് കാണാനില്ലല്ലോ. കാറ് കാണാനില്ലേ? എടാ രവി, എടാ എന്റെ കാറ് കാണാനില്ലടാ. നീ എവിടെ? നീ എന്നിങ്ങോട്ട് വരുമോ? എന്താടാ? ഗോവ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പറ്റില്ല. ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. ആർസിംഗട്ട് സ്റ്റേഷനിലേക്ക് എല്ലാം പറഞ്ഞു.
ആസിഫൊക്കെ വണ്ടിക്കകത്തല്ലേ? അപ്പൊ നീ വണ്ടി തിരിച്ച്. ഞാൻ വരാം. അമ്മേ, ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. പോട്ടെ പോട്ടെ. മാറിക്കേ മാറിക്കേ. സാറേ സാറേ ഇത് നാളെ കോടതി ഫയൽ ചെയ്യാം. ഇതാ തെഫ്റ്റ് കേസ് അല്ലേ? കൊണ്ടുപോകണം. അതുകൊണ്ട് നാളെ കൊണ്ടുപോകണം. എല്ലാം ഓക്കെ ആണ് കോടതിയിൽ ഹാജരാക്കണം. ആ ശരി. മാറി കിടക്കട്ടെ. എടാ അഡ്രസ്സൊക്കെ ശരിയല്ലേ? അതെ സർ. മഹസറ എഴുതിക്കോളാം. ഹോ, ഇതൊക്കെ ഞങ്ങൾ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഈ പഴയ കാറെന്നൊക്കെ പറയുമ്പോ ഓടിച്ചുകൊണ്ട് നടക്കാനായിരിക്കില്ല, പൊളിച്ചു വിൽക്കാനായിരിക്കും. ഈ പറഞ്ഞ നേരം കൊണ്ടേ ഇതിന്റെ പപ്പും കൂടെയൊക്കെ പറിച്ചാണ്. നോക്കട്ടെ. നീ ടെൻഷൻ അടിക്കണ്ടടാ, വണ്ടി കിട്ടും. അല്ല വണ്ടി ഒന്ന് സമാധാനിപ്പിക്കാം സാറേ, എങ്ങനെയാലും ഒന്ന് കണ്ടുപിടിച്ചു എന്റെ വണ്ടി. എടോ, നമുക്ക് നോക്കാം, അന്വേഷിക്കാം. ആട്ടെ, അതില് പെട്രോൾ ഒരുപാട് അടിച്ചിട്ടുണ്ടായാ? അതെന്താ? അപ്പൊ പ്രതീക്ഷയുണ്ട്. ഇയാളെപ്പോ പോ, ഞാൻ വിളിച്ചോളാം. സാർ ഞാനൊന്ന് സെക്കൻഡ്. വേണ്ട, ഞാൻ വിളിച്ചോളാന്നേ. ആ ചെല്ലി ശരി സാർ. സാർ ഒന്ന് ശരി. എന്തെങ്കിലും പറഞ്ഞു ഞാൻ വിളിക്കും തീർച്ച. ബക്കിട്ട് പോടാ പോ. ഇതൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഒന്നാണ് അന്വേഷിക്കണേ. രാവിലെ മുതലൊന്നും കഴിക്കാത്തതല്ലേ? ആ കഞ്ഞിവെള്ളമെങ്കിലും ഊറ്റി കുടിക്കും മോനെ. ഇറങ്ങുന്നില്ല അമ്മേ. നീ വന്ന് വാതിലടച്ച് കിടക്കാൻ നോക്കും മോനെ. അമ്മ കിടന്നു. അല്ല സതീശേട്ടാ, അപ്പൊ വണ്ടിയുടെ കേസിൽ വലിയ പ്രതീക്ഷ ഒന്നും. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്ത് ചെയ്യാനാ? അത് കിട്ടും. ഒരു മാസം മുമ്പ് ആ പണിക്കരോടത്ത് ദേവസ്വയുടെ കാറുകൾ പോയിട്ട് കോയമ്പത്തൂർ കിട്ടിയില്ലേ? ഇവൻ ഇങ്ങനെ ആദ്യ പിടിച്ചിരുന്ന എന്ത് ചെയ്യും? ഇന്നലെ ഒരു വക കഴിച്ചിട്ടില്ല. സതീശൻ ചേട്ടൻ എസ്ഐനെ വിളിച്ചിരുന്നു. അവരന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. പിന്നെ ഒരു ഉപകാരം ഉണ്ടായി. കഴിഞ്ഞ വർഷം കാണാതെ നമ്മുടെ പരീക്കുട്ടിയുടെ മീൻ വണ്ടി തിരിച്ചിട്ടുണ്ട്. അല്ല, അവരന്വേഷിക്കുന്നുണ്ട്. എടാ മഹേഷേ, വണ്ടി കിട്ടി. പുഴയർമ്മത്തിലെ കുറ്റിക്കാലിൽ കൊണ്ടിട്ടേക്കുന്നു. ഇവിടെ കൊണ്ടുവന്നു വണ്ടിയൊക്കെ ശരിക്കും നോക്കണ്ട. ഇതെന്താ? ദേടാ ഇന്ദിരാജിന്റെ ഫോട്ടോ ഒക്കെ പുറത്തിട്ടേക്കണു. ഒരു എഴുത്ത് കിട്ടിയിട്ടുണ്ട്. എഴുത്താ? ഞാനൊരു പരമ്പരാഗത വാഹന മോഷ്ടാവാണ്.
ഈ കാറിന്റെ പെട്ടിൽ നിന്ന് കിട്ടിയ പത്രവാർത്തയിലും ഇന്ദിരാജി അടങ്ങുന്ന ഫോട്ടോയിൽ നിന്നുമാണ് ഈ കാറിന്റെ മഹത്വം എനിക്ക് മനസ്സിലായത്. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ അനന്തരവനായിട്ട് വരും. ചെയ്തു തെറ്റായിപ്പോയി, മാപ്പ്, പൊറുക്കണം, തിരിച്ചേൽപ്പിക്കുന്നു. പക്ഷെ 4 ലിറ്റർ പെട്രോൾ ഞാൻ വിട്ടിട്ടുണ്ട്. നിന്റെ ആശാന വിടറാ. എന്റെ തലയ്ക്ക് മീതെ. ആഹാ, നീ അവന്റെ വില കയറിക്കണം. എടാ പോസ്റ്റ് മാം സുരേഷ് ഒരു കരക്കമ്പി എന്നിട്ടുണ്ട്. എനിക്കോ? എന്നാ എടാ റിക്കവറി നോട്ടീസോ? അച്ഛൻ ഈ കാറ് വാങ്ങിയത് ഒരു മാർവാടിയുടെ കയ്യിൽ നിന്ന് പൈസ പലിശക്ക് എടുത്തിട്ടാ. അതിപ്പോ പലിശയും കൂട്ടുപലിശയും കൂടെ 4 ലക്ഷം രൂപയായിരുന്നു. 50,000 രൂപയുടെ കാറിന് 4 ലക്ഷം രൂപ. കൊള്ളാം, മൂല്യം കൂടുന്നുണ്ട്. നിനക്ക് പൈസക്ക് ഒരുപാട് ആവശ്യമുണ്ടല്ലേ? എന്റെ അടുത്തൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. കല്യാണം കോയമ്പത്തൂരാ. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ ആലങ്ങാട് ചെറുക്കന്റെ വീട്ടിലെത്തിക്കണം. പിന്നെന്താ, കോയമ്പത്തൂരോ? കോയമ്പത്തൂർ തമിഴ്നാടല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ കോയമ്പത്തൂർ പോണല്ലേ? കോയമ്പത്തൂരാ, അതിന് നിന്നാരാ വിളിച്ചത്? അല്ല, ഇപ്പൊ പരിചയക്കാരായില്ലേ? നമ്മള് നല്ലൊരു വിന്റേജ് കാറാണ് നോക്കിയതേ. ഇതും വിന്റേജ് ആണല്ലോ. പഴമയിലൊരു പുതുമ. കോയമ്പത്തൂര് 2 ദിവസം എന്ന് പറയുമ്പോ ഒരു 6,000 രൂപ വേണം. 4,000 രൂപ മുഴുവനുണ്ട്, സമ്മതിക്കണം. പിരിവിട്ട പൈസയാണല്ലോ. നിവൃത്തിയുണ്ടെ കൈമാറി ഓടിക്കാറില്ല, ഇതാദ്യമായിട്ടാ. പൊന്നു പോലെ നോക്കിക്കോളാം. ശരി ശരി. ശരി. ഈ റെന്റ് കാറ് വളരെ വ്യത്യസ്തമായ പരിപാടിയാണല്ലോ. നമ്മുടെ നാട്ടിൽ വേറെ ഇല്ല. കഞ്ഞോട്ടം പോയി വരട്ടെ, നോക്കാം. വിൽസൺ റെന്റ് കാർ. തെറ്റിയാ, സോറി. மொட்டை மெதுவே பங்க உடைஞ்சு போயிடும். ஆமா சார். என்னாச்சு தங்கம், உங்களுக்கு டென்ஷன் இருக்கா? முன்னாடி எக்ஸசைஸ் இருக்கு சார். எக்ஸசைஸா? எங்கடா? பாருங்க சார். நோ டென்ஷன் மொட்டை. அந்த மேரேஜ் வீடியோ இருக்குல்ல, அது காட்டி கொடுத்தா போதும். அப்படியா? என்ன சார்? എക്സൈസ് ചെക്കിംഗ് ആണ്. കൊടുക്ക് സാർ. നിങ്ങൾ എവിടേക്കാ? സാർ കേരള സാർ. മാരേജ് സാർ. നീ മലയാളി അല്ലേടാ? മലയാളി സാർ. എങ്കിൽ പിന്നെ മലയാളത്തിൽ പറഞ്ഞു. ഓ താങ്ക് യു സാർ. പറയാം സാർ. പടം இருக்கு சார், சீட்ஸ் இருக்கு சார். പിന്നെ താത്ത പോട്ട് ലഡു இருக்கு சார். തങ്കத்துக்கு കുടിக்கிறதுக்கு தண்ணி இருக்கு சார். சார் தாத்த போட்டு லഡു சார். நான் மொட்டை இந்த கல்யாண வீடியோ காமிச்சு விடுறா. அந்த பின்னாடி இருக்கிற தாத்தா போட்ட லெடு தான் உள்ள இருக்கு. அந்த பையனை பிடிச்சது அவளோட அண்ணன். பொண்ணுக்கு பின்னாடி நிக்கிறதோ சொட்டத்தலை இருக்குல்ல, அது அவரோட மாமா. நிஜமாவே எல்லாருமே ஒரிஜினல் சார். വണ്ടി വിട്ടേക്ക്. താങ്ക് യു സാർ. പിടിച്ചോ. പോട്ടെ സാർ. മൊട്ട വണ്ടി. നീ ആ കോയമ്പത്തൂർ തങ്കോലടി. മോളിങ്ങോട്ട് ഇറങ്ങി. ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. ഒരു പഴയ മാരുതി 800. RC ഓണർ ഒരു മഹേഷ് പത്മനാഭൻ. ഓവർ. P1 മൊബൈൽ SCPS സർ. ഒരു കാവെങ്കിൽ മഹേഷ് പത്മനാഭൻ എത്ര പെട്ടെന്ന് കസ്റ്റഡി എടുക്കാം? കസ്റ്റഡിയിൽ എടുക്കാം. കേസിന് ചാർജ് ചെയ്തിട്ടുണ്ട്. മെസ്സേജ് ക്ലിയർ അല്ലേ? ഓവർ സർ. ബുക്ക് നോട്ട് കൊടുക്കും. അതെ, അവരൊക്കെ പറഞ്ഞോട്. സാറേ, ഒരു മഹേഷ് പത്മനാഭൻ ചെറുതോണി തന്നെയാ. CI ഇന്നിന് പൊക്കണമെന്ന് പറഞ്ഞേക്കുന്നു. എന്താടോ കാര്യം പറയാൻ സാർ, വേഗം. വണ്ടി എടുക്ക്. നീയല്ലടാ മഹേഷ്?
എന്താ കാര്യം? ഒന്നും അറിയില്ലല്ലേ ഇവനെ പഠിച്ച് വണ്ടി കാറിലെ സ്പിരിറ്റ് കയറുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കണം നിന്റെ തലക്ക്. വണ്ടി എടുത്തോ? ആ വണ്ടി ഞാൻ റെന്റിന് കൊടുത്തിരിക്കുകയാണ് സാർ. ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ആ വണ്ടി റെന്റിന് കൊടുത്തേ സാർ. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ കുത്തുകേസിൽ അവനെയും 2 മോഷണ കേസിലെ പ്രതികളെയും ഹാജരാക്കണം. പിന്നീടോ അബ്കാരി ആക്ടിലെ ഇവനെ എല്ലാം റിമാൻഡ് പ്രതികളാ. ഈ പ്രോസിക്യൂട്ടർ ഒരു വാശിക്കാരനാണ്. പിന്നെ അതെ, അവനൊരു 10-15 ദിവസങ്ങൾ റിമാൻഡ് എന്നാ പറയുന്നത്. സംഭവം സീരിയസാ. എന്തായാലും ഉദയഭാന വക്കീലിനെ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് റിമാൻഡ് ചെയ്യുമെന്നാ. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇറങ്ങടാ, നടക്ക്. സാറേ ഒരു മിനിറ്റ്. വേഗം. മോഹം വിഷമിക്കണ്ട, വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ കാര്യവും ധൈര്യമായിട്ടിരിക്കും. അഡ്വക്കേറ്റ് രാജൻപിള്ളയാണല്ലോ. ഇന്ന് പ്രമാദമായ കേസ് വല്ലതും ഉണ്ടോ? പോയി വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. ശരി സാർ. മഹേഷിന് എന്നെ മനസ്സിലായോ? ഗൗരി. താൻ ആ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തേക്ക്. മോളെ നമുക്ക് ബാർ അസോസിയേറ്റിലേക്ക് ഇരിക്കാം. ശരി അങ്കിൾ. നടക്ക്. നമസ്കാരം. അമ്മാവനാ പെൺകുട്ടിനെ മനസ്സിലായോ? നമ്മുടെ മടത്തിപ്പറമ്പിലെ പണിക്കരേട്ടന്റെ മോളില്ലേ, ഡൽഹിയിലുള്ള? അതന്നെ. അത് ശരി. അങ്ങോട്ട് മാറി. അങ്കിൾ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ഓ, എനിക്ക് നല്ല ടെൻഷനാ. ഈ എക്സാമിന്റെ ഒക്കെ റിസൾട്ട് വരുമ്പോഴേ എനിക്ക് നോക്കാൻ പേടിയാ. അമ്മയെ വിടും. സഖാവേ, മഹേഷ് ജാമ്യം കിട്ടിയത് ജാമ്യക്കാരത്തേക്ക്. അതെയോ? ഹാപ്പി ആയില്ലേ? മോളെ എന്റെ കൂടെ പോരിയല്ലേ? അങ്കിൾ ഞാൻ വിളിക്കാം. രവിയുടെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ. പാട്ട് കേൾപ്പിക്കാൻ കേട്ടോ നേരം. നീ ആരെ കൂടെ പ്രതീക്ഷിച്ചിരിക്കണു? കുറെ നേരം മൊബൈൽ നോക്കി തത്തി കളിക്കണോ? അവൻ ഇനി പ്രതീക്ഷിക്കാലോ. കട ഞാൻ പൂട്ടാൻ പോവാ. നിങ്ങൾ പോകുന്നില്ലേ? അതെന്ത് പരിപാടി ആശാനെ? അതങ്ങനെയാ. ആശാനത്തേക്ക് പോക്കുള്ളൂല്ലേ? മഹേഷ ഞാൻ ഇറങ്ങാ. ഈ ലൈറ്റൊക്കെ ഞാൻ ഓഫ് ചെയ്തോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ എന്നാ ഞാനും ഉറങ്ങട്ടെ, നാളെ കാണാം. നീ പോലെ നമുക്കേ ആ കളരിക്കൽ തോമസ് ഏട്ടന്റെ വീട്ടിലൊന്നും കൂട്ടരാ. ഓ, ഗൗരിയുടെ വീടിന്റെ അപ്പുറത്ത് വീട്ടിലെ തോമസ് ഏട്ടൻ. തോമസ് ഏട്ടന്റെ വീട് ഗൗരിയുടെ വീടിന്റെ അടുത്ത? എനിക്കറിയില്ലായിരുന്നു. നിനക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്.
വാടാ. ഇവിടുന്ന് എന്ത് ചെയ്യാനാ? ഭാഗത്തേക്കല്ല. എന്തെന്നും പറഞ്ഞു? എടാ പണിക്കരമ്പനൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ നിൽക്കാനാ? പ്രേമം തലക്ക് പിടിച്ച് എങ്ങനെയുണ്ടാ? വെറുതെ എന്നെ മഞ്ഞ വിളിക്കാൻ വേണ്ടി. എന്താടാ? ഓ ഇവിടെ ആ പോയി. വാ നമുക്ക് പോവാം. ആരോ വരുന്നുണ്ട്. ഇതെവിടെ പോയത്? എന്താടാ ഇവിടെ? ഒരു സാധനം കളഞ്ഞു പോയേട്ടാ. എന്ത് സാധനം? ഈ സ്വർണ്ണമോതിരം. സ്വർണ്ണമോതിരം? നമുക്കൊന്ന് മുള്ളിട്ട് പോവാം അല്ലേ? ഞങ്ങളൊന്ന് മുള്ളിട്ട് പോവാം. മറന്നിരിക്കായിരുന്നു. ഞാനും ഒന്ന് മുള്ളിയേക്കാം. ഞാൻ വീട്ടിൽ പോയി ഒഴിച്ചോളാം. അതാ നല്ലത്. മാരണം. ഗൗരിയോ? കണ്ട് ഹലോ. എവിടെയാടാ? ഞാൻ വീട്ടിലാ. ഇല്ല, ഞാനൊന്നും മടിച്ചാ വിളിച്ചത്. മഹേഷ് നല്ല ടയർഡ് ആയിരിക്കുമല്ലോ. ഇല്ല കിടന്നില്ല. ഗൗരിയുടെ വരവ് ഇപ്പോഴും ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാപ്പി എങ്ങനെ അറിയാം? എനിക്ക് കാണാലോ. കാണാനോ? ഉൾക്കാഴ്ച. അങ്ങനെ ഫണി. അകത്തേക്ക് പോയോ? എന്ത്? അമ്മ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നോടായിരുന്നു എന്ന്. ഹാ, അമ്മയുടെ അടുത്ത് എന്നെ അന്വേഷണം പറയണേ. എന്നാ ഉറങ്ങിക്കോ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. പോയി. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, അവരെന്താ പോയി കിടക്കും. വരാന്തലല്ല, സമയമാകുമ്പോ ഞാൻ അകത്ത് പോയി കിടക്കും. നീ ബൈക്ക് പോ. സത്യമായിട്ടും വക്കീൽ അങ്കിൾ എന്റെ അടുത്ത് ഫീസ് ചോദിക്കില്ല. അതിനൊരു കാരണമുണ്ട്. അതെന്താ? അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കാലത്തിനിടയില് മഹേഷ് എന്നെ ഒരു തവണ പോലും വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചേനെ, പക്ഷെ നമ്പർ കിട്ടാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു. എന്റെ കയ്യിലും നമ്പർ ഇല്ലാഞ്ഞിട്ടാ. എക്സ്ക്യൂസ് വേണ്ട, എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ. ബാല്യകാല സഖിയെ മറന്നു ലേ? അതല്ലടോ, ഞങ്ങളെ പോലുള്ളവരൊക്കെ വിളിച്ചാൽ നിങ്ങളൊന്നും. പിന്നെ എനിക്ക് ഈ നാടിനെ കുറിച്ച് ചെറിയൊരു ഓർമ്മയുള്ളൂ. പക്ഷേ ബ്യൂട്ടിഫുള്ളാ. അതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും മഹേഷുണ്ട്. കൃതാർത്ഥനായി. എനിക്ക് ഡൽഹിയിലെ ലൈഫ് മടുത്തു. അച്ഛന്റെ ഈ നാട് തന്നെയാ ബ്യൂട്ടിഫുൾ. നാട്ടുകാരും. പക്ഷെ നാടാകെ ചേഞ്ചായി. അതിന് മാറ്റം വരാത്തത് ആകെ മഹേഷിനും മഹേഷിന്റെ കാറിനും മാത്രം. ഹലോ അച്ഛനെ, വരാം. വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാൻ തിരക്ക. ശരി, എന്നാ പോവാ. ആ പോന്ന വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരുമോ? അയ്യോ, ഞാൻ ബൈക്കില്ല. ആ എന്താ, ഇയാളുടെ ബൈക്കിൽ രണ്ടുപേര് കയറില്ല? ആ ഓക്കെ, ലെറ്റ്സ് ഗോ.
എടാ കുറച്ച് അത്രേ ഉള്ളൂ. ആദ്യം ആശാൻ എന്നോ ഓസല്ലേ ഇരിക്കട്ടെ. എന്നടാ താങ്ക്സ്. ഇത് സാറിന്. അയ്യോ അത് വേണോ? ഡാ ഇത് മുഴുവൻ കഴിക്കണ്ട. ഇതെന്താടാ ഇത്? നിന്റെ കപ്പാസിറ്റിക്ക് ഇത് മതി. പിന്നെ ഞങ്ങക്ക് കോതിയിട്ടാതിരിക്കാൻ. ആ കോപ്പ് എന്റെ കപ്പാസിറ്റി കൂടി എപ്പോഴെങ്കിലും അങ്ങനെ ആയിന്ന് വെച്ചിട്ട് നീ ഉണ്ടാക്കണ്ട. ഞാൻ ഹസന ചിയേഴ്സ്. എടാ ഞാനുണ്ട്. ചിയേഴ്സ്. നിനക്ക് ചേഴ്സ് ഇല്ല. ആശാന ചേഴ്സ്. ഇനി ഒരു പെഗ് ആവർത്തിക്കരുത്. വണ്ടി കിട്ടിയാ മതിയായിരുന്നു. എങ്ങനെ നോക്കിയതാ ഞാൻ. കേസില്ലെങ്കിൽ വണ്ടി കിട്ടില്ലേ? കേസുണ്ടല്ലോ. വക്കീല് വിളിച്ചിരുന്നു. വണ്ടി വിട്ടുതരാൻ പറഞ്ഞ് പെറ്റീഷൻ ഇട്ടിട്ടുണ്ടെന്നാ പറഞ്ഞു. ഇനി കിട്ടിയിട്ട് എന്തിനാ? അങ്ങനെ പിടിച്ചിരുന്ന വണ്ടികളുടെ കാര്യമൊക്കെ പോക്കാ. പക്ഷെ പോസിറ്റീവായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോണം. ഇതിന്റെ പാർട്സ് കാര്യങ്ങൾ ഊരിക്കൊണ്ടുപോയി കാണും. എടോ വാസന വെറുതെ മനസ്സിലെ ടെൻഷൻ എടുപ്പിക്കല്ലേ. ഇതാ ഞാൻ ഒന്നും പറയാത്ത. ഹലോ ആ ഗൗരി. ആ പക്ഷെ കുപ്പിയും കൊണ്ട് പോണ്ടായിരുന്നു. ഓ മറ്റേ കൈ ഓടിച്ചടാ. ഈ വീണ പോലെ വീട്ടിൽ കൊണ്ടാക്കടാ. അത് നല്ല കാര്യം. ഇനി മേലിൽ ഇവനെ ഒന്ന് വിളിച്ചോണ്ട് വരരുത്. ഇവനെവിടെ കൊണ്ടുപോകണം? വണ്ടി വിട്ടുവിട്ടാ. ആ ഇങ്ങോട്ട് നോക്കി. ഞാനും ഗൗരി നാളെ അമ്പലത്തിൽ പോയിട്ട് സ്റ്റേഷനിലേക്ക് വന്നോളാം. നിങ്ങൾ അങ്ങോട്ട് എത്തിയാൽ മതി. ആ വീശാൻ കൂട്ടുന്ന ആശാനിപ്പ ആരായി? ഇളമേ ഇതോ ഇതോ ഇനിമേ ഇതോ ഇതോ. അമ്മേ ഞാൻ ഇറങ്ങുക. നീ എങ്ങോട്ടേ രാവിലെ? അമ്പലത്തിലേക്ക്. എന്റെ മോനെ അമ്പലത്തിലേക്കൊക്കെ പോവോ? അത്യാവശ്യമാണെങ്കിൽ. അച്ഛനോട് അന്വേഷണം പറഞ്ഞു മോളെ. ശരി ഏട്ടാ. നല്ല ഭംഗിയായിട്ട് തൊഴുതു. ഇറങ്ങിയാലോ? ബൈ നിത്യ. ബൈ ജിസി. ഏകദേശം ഒരു 10-10:30 ആവുമ്പോഴേക്ക് എത്തുന്നാ ഞാൻ അങ്കിളുടെ ജൂനിയർ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ എത്തും നമ്മള്. ആ ഓക്കെ. ദാസേട്ടന്റെ പഴയ ടാക്സി ഓർക്കണ്ടോ ഗൗരി? ഇവളൊന്ന് കുഞ്ഞല്ലേ. പണിക്കരേട്ടൻ ദൂരയാത്രയ്ക്കൊക്കെ എന്നെയാ വിളിക്കാറ്. മഹേഷേ ഞാനൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നമുക്ക് എവിടെയെങ്കിലും നല്ല ഇഡ്ഡലി കിട്ടുന്ന സ്ഥലത്ത് പോവാ. ഓ ദാസേട്ടൻ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കുഞ്ഞുനാരുടെ കടയിലേക്ക് എടുക്കും. ആയിക്കോട്ടെ. ഇഡ്ഡലി കഴിച്ചിട്ട് പോവാ നമുക്ക്. കുറച്ച് അങ്ങോട്ട് ഒഴിക്കട്ടെ. പിന്നെന്താ? എനിക്കിഷ്ടം ചമ്മന്തി. നല്ല സോഫ്റ്റ് ഇഡ്ലി. കുഞ്ഞിലേട്ടാ ഒരു ചായ. എവിടെയായിരുന്നു? ഡൽഹിയില്. ഡൽഹി. ഇനി ഇഡ്ഡലി വേണോ? ബാക്കി വെയിറ്റിംഗ് ആണ്. സൈൻ ചെയ്തോളൂ. പക്ഷേ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് മേടിച്ചോ. താങ്ക് യു സർ. മഹേഷിന് ഭാഗ്യമുണ്ട്.
കാറ് കൊണ്ടുപോയത് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിരുന്നു. പിന്നെ കോടതിയിൽ റെന്റിനെടുത്തതാണെന്ന സ്റ്റേറ്റ്മെന്റും കൊടുത്തു. എന്നാ പിന്നെ ശരി, ഇതിരിക്കട്ടെ. താങ്ക് യു. ഫീസാണോ? കണക്കെല്ലാം ഒന്നിച്ച് പറയാം. ഓക്കെ, പോരെ? കണക്കൊരുമിച്ച് പറഞ്ഞോ, പക്ഷെ ഒന്നും കിട്ടില്ല. അത് അതെന്റെ ഒരു ശീല അല്ലെ? നിമിഷം നീ നിഴലായി വഴിയാകെ വെയിലാകെ മഴയാകെ തുണയായി ടയറൊക്കെ മഹേഷേ? ഓ, എല്ലാം ഉണ്ട്. ആ, അത് മതി. മഹേഷേ, എന്നാ പിന്നെ നമുക്ക് ഇതിൽ തന്നെ അങ്ങ് പോയാലോ? പിന്നെന്താ? ദാസേട്ടന്റെ വണ്ടി വിട്ടോട്ടെ? ദാസേട്ടാ, ഞങ്ങളെന്നാ ഒരുമിച്ച് വന്നോളാം. മഹേഷേ, ഞാനെന്നാ പൊക്കോട്ടെ. ദാസേട്ടാ, ഒരു മിനിറ്റ്. എടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ദാസേട്ടനോട് ഒപ്പിക്കോ. അപ്പൊ നിങ്ങക്ക് അവിടെ ഇറങ്ങാലോ. എവിടെയാ? പിന്നെ അവിടെ ഇറങ്ങാലോ. അതെ ചേട്ടൻ, ചേട്ടനെ ഒഴിവാക്കിയോ? അപ്പൊ ഞാൻ എന്നെ കൊണ്ടുവന്നു. ഇയാളൊന്ന് വിളിച്ചിറക്കൊണ്ട് പോയി. ആ, അത് ഞാൻ ഏറ്റു. എന്താണ്? ഒരു കാര്യം പറയട്ടെ. ഹസൻ ഉറങ്ങണോ? ഈ പാലത്തിനടിയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ മോനെ. വിട്ടോ ഞാനില്ലേ. ഇവിടെ നന്നായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ കാർ ആദ്യമായിട്ട് കണ്ടപ്പോഴേ കൊതി തോന്നിയിട്ടുണ്ട് ഇത് കേറാൻ. ശരിക്കും? എന്നെ ഈ നാടൊന്ന് ഫുള്ളായിട്ട് കറക്കി കാണിച്ചു തരുമോ? പിന്നെന്താ, പെട്രോൾ അടിച്ച് തന്നാ മതി. ആ, ഇഷ്കാ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത്. ഇവിടുന്ന് പോവാൻ തോന്നേയില്ല. എന്നാ പോവാതിരുന്നൂടെ? എന്നാ പിന്നെ ഉള്ള ജോലിയും കൂലിയും രണ്ടും പോയി കിട്ടും. ഗൗരി, കല്യാണം അമ്മ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കണ്ടീഷൻ വെച്ചു. എനിക്ക് അച്ഛന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ബന്ധം വേണമെന്ന്. പക്ഷെ അമ്മക്ക് സമ്മതമില്ല. അമ്മയ്ക്ക് ഡൽഹി വിട്ടു പോരാനും പറ്റില്ല, അച്ഛന് നാടും. അപ്പൊ നാട്ടിൽ നിന്ന് അന്വേഷിക്കണം. പറ്റിയ വല്ല ചെക്കന്മാരും ഉണ്ടോന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മഹേഷിന് ഭേദപ്പെട്ട ജോലിയും സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ 100% ഞാൻ മഹേഷിനെ തന്നെ പ്രൊപ്പോസ് ചെയ്തന്നെ. സീരിയസ്ലി ലുക്ക്, ഒരു പെൺകുട്ടി എന്താണ് ആഗ്രഹിക്കുന്നത്? പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, പിന്നെ ഒരല്പം സെൻസ് ഓഫ് ഹ്യൂമർ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്യൂരിറ്റി, ലവ്, കെയർ, അല്ലേ? ഈ ഒരു വസ്തുവിനെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഇത്രക്ക് കെയർ ചെയ്യാനും സ്നേഹിക്കാനും ഹൃദയത്തോട് ചേർത്ത് വെക്കാനും പറ്റുമെങ്കിൽ ക്വൈറ്റ് നാച്ചുറലി എന്റെ ബെസ്റ്റ് ചോയ്സ് മഹേഷ് തന്നെയല്ലേ?
ഗൗരി ഇപ്പൊ പറഞ്ഞ ഈ സെറ്റപ്പ് ഒക്കെ ഇനിയും ഉണ്ടാക്കാലോ. ശ്രമിച്ചു നോക്ക്. കാണാതെ ആരും അറിയാതെ ഉള്ളിൽ ചെറുമിന്നൽ പോലെ മായാതെ അമ്മേ വേഗം ചോറ് വിളമ്പിക്കോ. അശോഭി നല്ല ഇറക്കാം. ചോറ് വാർത്തിട്ടേ ഉള്ളൂ. നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എനിക്ക് പെട്ടെന്ന് പോണമ്മേ. ഡാ കുറച്ചുകൂടി മോര് കൂട്ടണ്ടേ? അതെ, അമ്മാവും വന്നിരുന്നു. എവിടുന്ന്? പുതിയ കല്യാണാലോചന? എനിക്കൊരു കൂട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. അമ്മേ, അമ്മ നോക്കിക്കോ, നല്ല പൊന്നു പോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവരും. പക്ഷേ അമ്മായിമ്മ പോലെ എടുക്കരുത്, പറഞ്ഞേക്കാം. പോടാ. എന്താണ് കംപ്ലൈന്റ്? ഒരു പിടിയും കിട്ടണില്ല. എന്തായാലും മൊത്തം പൊളിച്ച് നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ പണി പഠിക്കണത്. സഖാവിന് എന്താണ്? ആശാൻ ഇവിടെ ആണെങ്കിലും വിദേശത്താണെങ്കിലും ഒരുപോലെ രണ്ടിടത്ത് പണിയെടുക്കൂല്ലോ. എന്റെ പട്ടി എടുക്കും. വിൽസന്റെ ഭാര്യ നേഴ്സല്ലേ? അതെ, എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. അവൾക്കും പിള്ളേർക്കും നിർബന്ധം. അവിടെ പോയി പണിയെടുക്കേണ്ടി വരും. എടാ നീ इधर ये महेश कौन है? മഹേഷോ? ഞാനല്ല. ഞാനാ. हम चंद्रकांता फाइनेंस से आया है, वो मारुति कार का फाइनेंस क्लोज करने का. नहीं तो हम 2 दिन में कार लेकर जाएगा. ചന്ദ്രകാന്ത് ഫിനാൻസിൽ നിന്നാ അന്ന് മാരുതിക്കാരന്റെ ലോഡ് എടുത്തത് ക്ലോസ് ചെയ്തില്ലേ? പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് അവർ വണ്ടി കൊണ്ടുപോകുന്ന പറയുന്നത്. ഡു യു ഹാവ് എനി കോർട്ട് ഓർഡർ? യെസ്, വി ഹാവ് പേപ്പേഴ്സ് ആൻഡ് ഓൾ. Not this. I am asking about the court order. Court order. That is not necessary. What? That is not necessary. Why it is not necessary? Not necessary. Wait. ഇവരെ ചന്ദ്രകാന്ത് ഫിനാൻസിന് വേണ്ടിയിട്ട് വണ്ടി സീസ് പിടിക്കാൻ വന്നവരാ. അവരുടെ കയ്യിൽ കോർട്ട് ഓർഡർ ഒന്നുമില്ല. പക്ഷേ ബലം പ്രയോഗിച്ചവർ വണ്ടി കൊണ്ടുപോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ കൊട്ടേഷൻ സംഘ. കൊട്ടേഷനാ? സഖാവരോട് അളിയും കാറും കൊണ്ട് കല്യാണത്തിന് പോയിരിക്കുക. പോയിട്ട് നാളെ രാവിലെ 10 മണിക്ക് വരാൻ പറ. 10 മണിക്ക്? സാബ്, കൽ സുബഹ 10 ബജെ ആവോ. He will settle the full amount. Settlement. Okay. Okay. Okay അല്ലേ? Okay. 10 ബജെ. കൃത്യം 10 മണിക്ക് തന്നെ വന്നത് നന്നായി. ഇത് ഞങ്ങൾ എവിടെ കൊണ്ടുപോകുന്നു? അല്ല, ഗാഡി വേണ്ടേ? सर, गाड़ी इधर. डोर, इंजन, व्हील, सीट, नंबर प्लेट. മതിയോ സർ? ഇതെല്ലാം കൂടെ ഞാൻ പൊതിഞ്ഞു കൊടുത്തിടണോ പെട്ടിയോട്ടോ കയറ്റി വിടണോ? നോക്കൂ, ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസ് പറയും. നിങ്ങളെ കോടതി കയറ്റും. ഓ ശരി സർ. ചോടകനായി. ഇലക്ട്രോ ഇലക്ട്രോ എൻസെഫലോഗ്രാഫിക്കലി. അതെ, ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ മറ്റൊരു വാക്കാത്. ബ്രെയിനിന്റെ വേവ്സിനെ കുറിച്ച് ഓൾക്ക് പറ്റിയ പുസ്തകം വല്ലതും കിട്ടിയോ? ക്ലാസിക്സിന്റെ എന്തൊരു കളക്ഷനാ. പക്ഷെ മോസ്റ്റ്ലി മലയാളം കേട്ടോ. കൂടുതലും മലയാളം ഈ സഖാവിന്റെ പണി. സിമോൺ ഡി ബവാറിന്റെ സെക്കൻഡ് സെക്സ് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബുക്ക് ഉണ്ടായിട്ട് നീ വായിച്ചിട്ടില്ല? ഒരു സ്ത്രീയുടെ മനസ്സിനെ ഇത്രയും നന്നായി വിശകലനം ചെയ്തിട്ടുള്ള മറ്റൊരു പുസ്തകം. റിയലി ഇറ്റ്സ് ഗ്രേറ്റ്, ഗ്രേറ്റ് വർക്ക്. പിന്നെ യുനോ സാർത്രെ, ഹീസ് മൈ ഫേവറേറ്റ്. സാർത്രും സിമോൺ ഡി ബവറും രണ്ടും എക്സിസ്റ്റൻഷ്യലിസം അല്ലേ? അസ്തിത്വവാദം. ഹു ആം ഐ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ഞാൻ എന്തിനാണ്?
ഇങ്ങനെയുള്ള വലിയ വലിയ ദാർശനിക പ്രശ്നങ്ങളല്ലേ അവർ ചർച്ച ചെയ്യുന്നത്. ആ. മഹേഷേ നീ പമ്മന്റെ ഒരു പൊട്ടുള്ളൂ മാത്രമല്ല വായിച്ചിട്ടുള്ളൂ. പമ്മൻ അതുപോലും വായിച്ചിട്ടില്ല. മഹേഷ്, നീ ആ വർക്ക്ഷോപ്പിന്റെ കാര്യം ആലോചിച്ചോ? ആലോചിച്ചു. പക്ഷെ ആശാൻ പറഞ്ഞ ഈ 8 ലക്ഷം രൂപ ഒന്നും ഞാൻ കൂട്ടിയാൽ കൂടുതലെന്ന്. ലോൺ എടുക്കാൻ പോലും നിർത്തി. ആ വർക്ക്ഷോപ്പ് വാങ്ങാൻ പറ്റിയ നന്നായിരുന്നു. ഇപ്പൊ തന്നെ 2 കുടുംബങ്ങൾ കഴിയുന്നില്ല ഒരൊറ്റ വർക്ക്ഷോപ്പ് കൊണ്ട്. നീ ഒന്ന് ശ്രമിച്ചു നോക്കടാ. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും ചെയ്യാം. ഒരു 3 ലക്ഷം അഡ്വാൻസ് കൊടുക്ക്. വിൽസൺ 3 മാസം വെയിറ്റ് ചെയ്യില്ലേ? എന്നിട്ട് രജിസ്ട്രേഷൻ നടത്താം. ആ 3 ലക്ഷം രൂപ വേണ്ടേ? എനിക്ക് ഒരു പേഴ്സണൽ സേവിങ്സ് ഉണ്ട്. അതിൽ നിന്ന് 3 ലക്ഷം തരാം. 6 മാസം കഴിഞ്ഞ് തിരിച്ചു തന്നാ മതി, വിത്തൗട്ട് ഇൻട്രസ്റ്റ്. കൂൾ? അതൊന്നും ശരിയാവില്ലെന്നേ. ലുക്ക്, അതാണ് ഒന്ന് ട്രൈ പോലും ചെയ്യുന്നില്ല. എടാ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. യാ, എന്തെങ്കിലും മാർഗം ഉണ്ടാവൂടാ. ഇനിയിപ്പോ വിൽസൺ സമ്മതിക്കുകയാണെങ്കിൽ 3 മാസത്തെ കാലാവധിക്ക് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും പൈസ സംഘടിപ്പിക്കാം. കറക്റ്റ്. നമുക്ക് ഒത്തുപിടിക്കാടാ. എന്നെ കൊണ്ടാവുന്ന ഞാനും സഹായിക്കാം. ആ, രവിയും സഹായിക്കും. എടാ ഇവരൊക്കെ സഹായിക്കില്ലേ? എന്നെ നോക്കണ്ട, എന്റെ ഇല്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വിൽസൺ അടുത്ത് സംസാരിക്കണേ മഹേഷ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല, ഓട്ടോ ഉണ്ട്, ഞാൻ പോക്കോളാം. ബൈ. ബൈ. അതെ, ഇവള് നിന്നെയും കൊണ്ടേ പോകൂ. നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്. ഒരു പട തന്നെ ഉണ്ടല്ലോ. കൊരങ്ങന്മാരെല്ലാം കൂടി എന്താടാ അത്? ഒരു പള്ളിപ്പെരുന്നാളിലുള്ള ആളുണ്ടല്ലോ. ഇതറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയിൽ നിന്ന് 10 കസേര ഞാൻ വേറെ പറഞ്ഞാണ്. ആ, ഉള്ള സ്ഥലത്തേക്ക് ഇരിക്കാം. വാ, നിങ്ങൾ പോയിട്ട് വാ, ഞങ്ങളോട് നിൽക്കാം. അല്ലെങ്കിൽ നിലത്തിരിക്കേണ്ടി വരും. നമുക്കേ മഹേഷിനെ കൊണ്ട് ഒരു ചെറിയ ചെലവേപ്പിക്കാം. തികയാതെ വരണ്ട, മിനിമം 2 ഫുള്ളെങ്കിലും വേണം. അടപ്പിലടിച്ച് ഫിറ്റ് ആവണം. നിനക്ക് 2 ഫുള്ളാ. കഷ്ടം തന്നെ. കൊച്ചാപ്പോ ഇങ്ങ് വന്നേ. കൊച്ചാപ്പന് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ട്. 3 മാസം കഴിയുമ്പോൾ രജിസ്ട്രേഷൻ. നിങ്ങൾ കണ്ടോ, ഈ വർക്ക്ഷോപ്പിൽ നിന്നാ മഹേഷിന് എല്ലാം ഉണ്ടാവാൻ പോകുന്നു. അല്ല, എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നത്? അടുത്ത ആഴ്ച. ആ, ചെക്ക് കൊടുക്ക്. മഹേഷേ, അപ്പൊ ഐശ്വര്യമായിട്ട് എഗ്രിമെന്റ് ഒപ്പിടും. മടങ്ങൂലായിരിക്കല്ലേ? ഒപ്പിടും. നിക്കേ, ഒന്ന് എണീക്ക്. എണീക്കടാ. ഒരു നല്ല കാര്യമില്ലേ ഐശ്വര്യമായിട്ട് കൊടുത്തേ. ആ, അമ്മേ, ഗൗരി കണ്ടടാ. വരൂ റോയ്ച്ചായ. ഇതാ വണ്ടി. മോളെ, കൈ നിറച്ച് വെള്ളമാ. കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ റോയ്ച്ചായൻ. റോയ്ച്ചായന്റെ മകളില്ലേ, ഡൽഹിയിലെ എന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. നാട് കോട്ടയം. അച്ചായന്റെ കയ്യില് വിന്റേജ് കാർസിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. എടപ്പള്ളി രാജകുടുംബത്തിലെ ആസ്റ്റൺ മാർട്ടിൻ, കൊച്ചിയിൽ ബ്രിസ്റ്റോ സാഹിബ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഡ്യൂസൻബർഗ്, ഇംഗ്ലണ്ടിൽ നിന്ന് നാട് കടന്നു വന്ന കാഡ്ലാക്ക്, പിന്നെ ഓസ്റ്റിൻ മാർട്ടിൻ DB5, ഡോഡ് ചാർജർ തൊട്ട് കേരളത്തിലെ ആദ്യത്തെ ഇറ്റാലിയൻ ഫിയറ്റ് വരെ. പക്ഷെ മോളെ, ഇത് വേറെ. ഇറ്റ്സ് യുണീക്ക്. ഇതിന്റെ ഒരു ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഞാൻ ഒരു 5 ലക്ഷം രൂപ തരും. ആ കാഡ്ലാക്ക് മാറ്റിയിട്ട് ഇത് അവിടെ കയറ്റിയിടും. അച്ഛനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വന്നാണല്ലേ. പക്ഷേ ഞാനിത് കൊടുക്കുന്നില്ല. മോളെ മഹേഷ്, ഞാൻ എന്തായാലും ഇവിടം വരെ വന്നല്ലേ,
ചായ കുടിച്ചിട്ട് പോ. അമ്മേ ചായ എടുക്ക. എന്താ മഹേഷ്? ഗൗരിക്ക് അറിയാവുന്നതല്ലേ, പിന്നെന്താ? എന്താ വില കുറഞ്ഞതുകൊണ്ടാണോ? ഹേ, വിലയുടെ അല്ല ചായ. ഞാൻ ഈ വണ്ടി കൊടുക്കില്ല. മോളെ ഞാൻ പോടും. അമ്മേ ഞാൻ പിന്നെ വരാം. ഗൗരി ആരും പറയാത്ത വിലയാ റോയ് ചായൻ പറഞ്ഞത്. ഞാൻ വിളിച്ചോണ്ട് വന്നത് മഹേഷിന് ഒരു ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ച. എന്തായാലും എന്റെ കാർ വിട്ടിട്ട് എനിക്ക് വർക്ക്ഷോപ്പ് തുടങ്ങണ്ട. ഇപ്പൊ അതല്ലേ ഒരു മാർഗമുള്ളൂ. വിൽക്കാൻ വേറെ ഒന്നുമില്ലല്ലോ കയ്യില്. ഇങ്ങനെ ഒരു പ്ലാന് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന കാശ് എടുത്തു തന്നത്. അവനത് വിറ്റുകളയാൻ വലിയ വിഷമമാണ്. അങ്കിൾ, അപ്പൊ ചുരുക്കി പറഞ്ഞ എന്റെ പൈസ പോയി. ആരുടെയും പൈസ പോകില്ല, ഞാനത് തിരിച്ചു തരും. എങ്ങനെ മഹേഷ്, എങ്ങനെ? എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും തരും. ഓ നന്നായി. അപ്പൊ ആ പാവ അമ്മയും കൂടെ പെരുവഴിയിലിറക്കും അല്ലേ? കുറച്ച് കാശ് തന്നു കരുതി കയറി അങ്ങ് ഭരിക്കാൻ വരില്ലേ? മേടിച്ച കാശ് ഞാൻ തിരിച്ചു തരും. മഹേഷ് നീ അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. അവന് അത്രയ്ക്ക് അറ്റാച്ച്മെന്റാ ആ കാറിനോട്. മനസ്സിലാവാനിട്ടല്ല അങ്കിൾ, ലൈഫല്ലേ വലുത്, അല്ലാതെ ഇതുപോലെയുള്ള സില്ലി ഇമോഷൻസ് അല്ലല്ലോ. ആ എനിക്കറിയില്ല, എനിക്കെന്ത് കാര്യം. അമ്മേ. ആ മോളായിരുന്നോ? മുൻവശത്ത് വാതിലടച്ചിരുന്നില്ലേ? ഇല്ല. ഇഡ്ലിക്ക് സാമ്പാറോ ചമ്മന്തി? രണ്ടും ഉണ്ട്. 2 ഇഡ്ലി എനിക്കും വേണം കേട്ടോ. പിന്നെന്താ? മഹേഷ് കഴിച്ചോ? ഇല്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, വൈകും. അവന്റെ കുളിയൊക്കെ കഴിഞ്ഞു, പക്ഷെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ നോക്കട്ടെ. ആ ഇന്നത്തെ ന്യൂസ് പേപ്പറാ? ഹലോ, സോറി. വലിയ വായിക്കാൻ മാത്രമുള്ള വാർത്തയൊന്നും ഇല്ല അതില്, ആസ് യൂഷ്വൽ. സോറി. ഇന്നലെ അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് ഇന്നലത്തെ ഡേയുടെ കുഴപ്പാ. രാവിലെ തന്നെ അമ്മയായിട്ട് ഉടക്ക്. വിട്ടുകളടാ. മഹേഷിനെ പെട്ടെന്ന് സെറ്റപ്പായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ? നല്ല അടിപൊളി ഇഡ്ലിയും സാമ്പാറുണ്ട്. ബാ.
മാഷേ ഓ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഗൗരി എന്നല്ലേ എപ്പോഴും ചോദിക്കുന്നത്, ചോദിക്കും. നമുക്ക് ചെറുതോണിയിൽ ഒരു മാരുതി ഓത്തറൈസ് സർവീസ് സെന്റർ തുടങ്ങാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്താലോ? തന്റെ ഈ മാരുതി ഒബ്സഷന് പറ്റിയതാ. നല്ല സ്കോപ്പും ഉണ്ട്. എന്ന് ചോദിക്കേണ്ട താമസം, അവരിങ്ങ് എടുത്തു തരും. സീരിയസ്ലി ഇറ്റ്സ് പോസിബിൾ ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്പർച്യൂണിറ്റി. കമ്പനി ആപ്ലിക്കേഷൻ ഇൻവിറ്റേഷനും അയച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ഗൗരിക്ക് എങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ മകൾക്ക് മഹാരാഷ്ട്രയിൽ ഒരു ഏജൻസി ഉണ്ട്. ഇറ്റ്സ് ഡൂയിങ് റിയലി വെൽ. ഇതിനൊക്കെ ഒരുപാട് പൈസ വേണം ഗൗരി, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. വർക്ക്ഷോപ്പ് മേടിക്കാൻ പോകുന്ന സമയത്ത് ഇതന്നെയല്ലേ പറഞ്ഞത്, എന്നിട്ട് നടന്നില്ലേ? തിങ്ക് ബിഗ് മഹേഷ്. ലെറ്റ്സ് ട്രൈ. ഞാൻ ഏതായാലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവാ. തനിക്ക് 4 ഒപ്പിടുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്റെ കാര്യത്തിൽ ഒരു വിലയില്ലാത്തത് എന്റെ ഒപ്പിന്. 4 40 ഞാൻ തരാം. അത് മതി. എന്നാ ഞാൻ പോവാണേ. ശരി. അങ്കിൾ, ആ മാരുതിയുടെ ഓത്തറൈസ് സർവീസ് സെന്റർ അലോട്ട് ചെയ്യാൻ മഹേഷിന് പ്രോപ്പർട്ടിയുടെ ക്ലിയർ ടൈറ്റിൽ വേണമെന്നാ പറയുന്നത്. സ്പേസിന്റെ ഒരു ചെറിയ ഇഷ്യൂ കൂടി ഉണ്ടെന്നാ തോന്നുന്നത്. പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രജിസ്ട്രേഷൻ എപ്പോഴും നടത്താം. വിൽസന്റെ സ്ഥലം ഏതാണ്ട് 45 സെന്റിന് എടുത്തിട്ടുണ്ടാവും. പിന്നെ കൂടുതൽ സ്ഥലം വേണമെങ്കിൽ നമുക്ക് ലീസ് അഗ്രിമെന്റ് എഴുതാമല്ലോ. അതോർത്ത് ടെൻഷൻ വേണ്ട. ആ ശരി അങ്കിൾ. ശരി. ഹലോ ഗൗരി, മാരുതിന്ന് വിളിച്ചിരുന്നു. വിളിച്ചിരുന്നോ? സർവീസ് സെന്ററിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ആയിരിക്കും. എനിക്കറിയില്ല. മഹേഷേ, അങ്ങനെ പല മിറക്കിൾസും സംഭവിക്കാനിരിക്കാണ്. നീ കണ്ടോ? ഞാനോ? ഞാനില്ല. നീ പോയിട്ട് വാ. ശരി. തേപ്പ് പോലും തുടങ്ങിയില്ല. ഞാനല്ല പറയണേ, എടുക്കാം. ഇങ്ങോട്ട് തന്നേടാ, ഈ നിലയ്ക്ക് പോയാൽ ഞാൻ തീരും. എടാ അതെ, മാരുതിന്ന് വിളിച്ചിരുന്നു. മാരുതിന്നോ? എന്താ കാര്യം? എന്താ കാര്യമൊന്നും അറിയില്ല. ഒന്ന് കാണണം, എന്തോ ഓഫർ സംസാരിക്കാനെന്ന് പറഞ്ഞു. എന്താണാവോ? ഗൗരി എന്റെ പേരിലൊരു ഓതറൈസ് സർവീസ് സെന്ററിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓഹോ, അതായിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഇനി ഈ കാർ ഇത്ര നാൾ സൂക്ഷിച്ചതിന് വല്ല അവാർഡും തരാനായിരിക്കോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? സമയം കളയണ്ട, വിട്ടേക്കാം. വാ മേസ്ത്രി, ഞാനൊന്ന് പുറത്തോട്ട് വരാം. ശരി. ഇവിടുന്ന് വിളിച്ചിരുന്നു. മാരുതിന്ന് ഒരു മീറ്റിംഗിന് വേണ്ടി വരാൻ പറഞ്ഞു. പ്ലീസ് വെയിറ്റ് സർ, അവിടെ ഇരുന്നോളൂ. ഗംഭീര ഓഫീസാണല്ലോ. മഹേഷ് പത്മനാഭൻ വരൂ സർ. ഞാൻ കൂടെ വന്നതാണോ? അതെ. പ്ലീസ് കം. പ്ലീസ് ബി സീറ്റഡ്. പ്ലീസ്. Welcome, Mr. Mahesh, on behalf of Maruti Udyog Limited and myself, Benny Thomas, Vice President, Sales and Marketing. Please sit. നമുക്ക് ഫോർമുല ഉണ്ടാന്ന് തോന്നുന്നു. ഇതൊരു പ്രൈമറി മീറ്റിംഗ് ആയതുകൊണ്ട് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. മാരുതി കമ്പനി സൗത്ത് സോൺ അന്ന് ഇന്ത്യയിലെ ആദ്യ കൺസൈൻമെന്റിൽ ഉണ്ടായിരുന്ന ഒരു കാറ് കണ്ടെത്തി അത് മോണുമെന്റായി ഡിസ്പ്ലേ സൂക്ഷിക്കാൻ തീരുമാനിച്ചു. ആ കൺസൈൻമെന്റിലെ ഏക അവശേഷിക്കുന്ന കാറ് മഹേഷിന്റെയാണ്. സോ ഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഹാസ് കം ടു യു മഹേഷ്. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ പറയുന്നത്? സാറിന്റെ കയ്യിലുള്ള ഐക്കോണിക് കാർ കമ്പനി ഏറ്റെടുക്കാൻ തയ്യാറാണ്. മീറ്റിംഗ് എനി കോസ്റ്റ്, വില സാറിന് തീരുമാനിക്കാം. സോറി സർ, ഞാൻ ആ വണ്ടി കൊടുക്കുന്നില്ല. പകരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ സാർ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്. താല്പര്യമില്ല, സോറി. പോ. ഒന്നുകൂടി ആലോചിച്ചിട്ട് പറയാന്ന് പറ. ഇനി എന്താ ആലോചിക്കാൻ? മിസ്റ്റർ മഹേഷ്, തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, ഡു കൺസിഡർ. നിങ്ങൾക്ക് ഈ കാറിനോടുള്ള ഒരു ഇമോഷണൽ വാല്യൂ ഞങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പ്രിയപ്പെട്ടത് മറ്റൊരു തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണല്ലോ മോണ്യുമെന്റ്സ്, സ്മാരകങ്ങൾ ഉണ്ടാകുന്നത്. ഇതിനെ അങ്ങനെ കണ്ടൂടെ? സർ, നിങ്ങളിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ കാറ് കൊടുക്കാൻ താല്പര്യമില്ല.
ശരി സർ. Excuse me, sir. This is our number. You can call it any time. ഞാൻ വാങ്ങിക്കടാ. Please. എടാ പെട്ടെന്ന് അവരോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയായിരുന്നു. എന്താ ആലോചിക്കാൻ? ഇത് തന്നെയല്ല കോട്ടയംകാരൻ അച്ഛനും പറഞ്ഞു. ഇതങ്ങനെയാണോ? എന്താണ് വ്യത്യാസം? തങ്കച്ചൻ ചേട്ടാ, എന്തോ ഈ വണ്ടി എന്ത് വിലക്ക് കിട്ടിയാന്ന് പറഞ്ഞേ? 20,000 രൂപ. വേഗം തട്ടിക്കോ, ഇല്ലെങ്കിലേ പണി കിട്ടും. ആ ഗൗരി, ഇപ്പോഴും അതിന്റെ ഒരു കിടപ്പ് നോക്കി. യോഗം വേണം. എന്തു പറ്റി? എനിക്ക് മഹേഷിനെ ഒന്ന് കാണണം. ഫ്രീ ആവുമ്പോ മതി. വർക്ക്ഷോപ്പിൽ വേണ്ട, ഞാൻ റിവർ സൈഡിലേക്ക് വരാം. ഇനി ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ മഹേഷ്? ഇനി എത്ര കാലം വെച്ചിട്ടാ ഈ കാർ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല വില കിട്ടുന്ന ഒരു വസ്തു മാത്രമാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അതെ, ഇത് അങ്ങനെ തന്നെയാ. ഒരു രൂപ ആരോടും കടം ചോദിക്കാതെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് നീ ഇല്ലാതാക്കിയത്. എടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇമോഷണൽ അറ്റാച്ച്മെന്റ് പേരിൽ ഈ കാറ് കാരണം നിനക്ക് ലൈഫിൽ എത്ര കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്? നിന്റെ പഠിത്തം ഈ ഏജിൽ ഹാൻഡിൽ ചെയ്യാവുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ ബാധ്യത, കടങ്ങൾ, കേസുകൾ. ഗൗരി, പ്രശ്നങ്ങൾ ആർക്കാണില്ലാത്തത്? എല്ലാം ശരിയാവും. ശരിയാവും, എല്ലാം ശരിയാവും. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടാടോ. ഡാം ഇറ്റ്, ഐ ലവ് യു ദാറ്റ് മച്ച്. പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചൊക്കെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരാളാണ് ഞാൻ. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം മഹേഷ്, യു ആർ എ ടോട്ടൽ ഫെയിലിയർ. ലൈഫിൽ ഒട്ടും പ്രാക്ടിക്കൽ ആവാൻ പറ്റാത്ത ഒരാൾ. മഹേഷ്, നീ എന്റെ ചോയ്സ് ആയിരുന്നു. ബട്ട് എനിക്ക് ചാൻസ് എടുക്കാൻ പേടിയാ. മഹേഷ്, തന്റെ ലൈഫിൽ 2ാം സ്ഥാനം അതെനിക്ക് വേണ്ട. ഞാൻ നാളെ ഡൽഹിക്ക് തിരിച്ചു പോവാ. ഇനി നമ്മൾ തമ്മിൽ കാണുമെന്ന് പോലും എനിക്കറിയില്ല. വിൺതാരമേ നിന്നുള്ളിലെ മിന്നും കിനാവായി ഞാൻ മാറവേ. തോരാമൊരി മൺപാതയിൽ തോരും മഴച്ചാല് കാണും വരെ നീയോ ഇരാവിൽ കാതോരമായി ഓതുന്ന മൗനം വാചാലമായി. അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അതിന് ന്യായമുണ്ട്. നല്ലതിനാണെങ്കിൽ ഏത് കാര്യത്തിനും ചില വിട്ടുവീഴ്ചകളും സഹനവും ഒക്കെ വേണ്ടി വരും. സഖാവേ, നിങ്ങളല്ലേ പറഞ്ഞത് അതൊരു ചരിത്ര പുസ്തകം പോലെ സൂക്ഷിച്ചു വെക്കണം? അത് ശരിയാ, ഞാനന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ നിവൃത്തികേടുള്ളവന് ചരിത്രം ഒരു ആഡംബര. സർ, എഗ്രിമെന്റ്. ഒന്ന് സൈൻ ചെയ്തോളൂ. ഇവിടെ.
ഒരാൾ വിറ്റ്നസ് ആയിട്ട് വേണം. സർ, അമ്മയില്ലാതെ വേറെ ആരെങ്കിലും? ആ സെയിൽ ലെറ്റർ. This is an appreciation letter. വണ്ടിയുടെ ആർസിങ് കീയും അമ്മ. ഓക്കെ പ്ലീസ്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാശുണ്ടായിട്ടൊന്നും അല്ല നമ്മൾ ഈ കാറ് വാങ്ങിച്ചത്. എൻ്റെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങിക്കുക എന്നുള്ളത്. പിന്നെ എൻ്റെ ഈ കുട്ടൻ്റെ കൊതി മാറാൻ.
ഒരു തീരാ നഷ്ടം അല്ലേ? എനിക്ക് മനസ്സിലാവും മഹേഷ്. അപ്പോൾ മാരുതി കമ്പനി അന്ന് തന്ന ഓഫറിൽ നിന്നായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം? ഈ ബിസിനസ് ഐക്കൺ ഓഫ് ദി ഇയർ ഒക്കെ ആയിത്തീർന്നതിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു? അല്ല സർ, ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ചാൽ കഥ പൂർത്തിയാകും. So guys, we had a plan to find out and restore the iconic car which was handed out in 1983 by the then Prime Minister Indiraji and preserve it as a monument. But unfortunately, Mr. Harpal Singh's car നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ന്യൂസാണ് ഇങ്ങനെ ഒരു തോട്ടിന് കാരണം. So we have spotted a car in South itself, in Kerala, my homeland too. The task is to find out the car and check the possibility of retaining it. Ms. Gauri S. Panikar? Sir? Are you ready to take up the challenge? Yes, sir, I can try. Good. Location, address, everything on your fingertips. ചെറുതോണി തുരുത്ത്. Don't worry, sir. I've got this. കാറിൽ കടത്തിയിരുന്ന സ്പിരിറ്റ് എക്സൈസ് സംഘം പിടികൂടി. പല കന്നാസുകളിലായി 220 ലിറ്റർ സ്പിരിറ്റാണ് കാറിൽ നിന്ന് പിടിച്ചെടുത്തത്. ഡ്രൈവറും സഹായിയും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ പിന്നീട് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായാണ് വിവരം. കാറിന്റെ RC ഓണർ മഹേഷ് പത്മനാഭനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാരുതിയുടെ വക്കീലെന്ന നിലയിൽ എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ മോളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ലേ, ഐ വിൽ അപ്പിയർ. Okay, thank you, uncle. It's already a right of case. See, if you can recover that Maruti car, the company will clear all your dues. What say? Anyways, we will try our best. മോള് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ വന്ന് വില പറഞ്ഞ് പിന്നീട് കമ്പനിക്ക് വേണ്ടിയാണെന്നൊക്കെ. അങ്കിൾ, കൂടുതൽ ആലോചിക്കണ്ട. നല്ലൊരു കാര്യത്തിനല്ലേ. മഹേഷിന് പൈസ വേണം. പിന്നെ ഞാൻ ആ ടാസ്ക് ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. ഇവിടെ വിന്നർ ഒരാളല്ല, 2 പേരാ, മഹേഷും ഞാനും. ഹോപ്പ്ഫുള്ളി ഈ മീറ്റിംഗ് നമുക്ക് ഫേവർ ആവണം. ബട്ട് ഈ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്താലും ഒരു ഓഥറൈസ് സർവീസ് സെന്റർ തുടങ്ങാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒക്കെ ഈ മഹേഷിനുണ്ടോ? അതിനാണല്ലോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഐ ആം ഓൾസോ പ്ലാനിംഗ് ടു ബാക്ക് ഹിം അപ്പ്. വിൽ സീ. കമ്പനിക്ക് ഒരു ഓഥറൈസ് സർവീസ് സ്റ്റേഷന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് ഈ മഹേഷ്. ഒരു കാറും വെച്ച് ഇത്രയും നെഗോഷിയേറ്റ് ചെയ്യുന്നൊന്നും നമുക്ക് അംഗീകരിക്കാനാവില്ല. അവർ കമ്പനി ഹാസ് എ പ്രൊഫൈൽ, പ്രസ്റ്റീജ് ആൻഡ് ഓൾസോ എ പോളിസി. We cannot entertain any sort of barter deals or bargaining. So I am dropping this proposal. But sir, നമ്മുടെ ടീം വളരെ സ്പിരിറ്റഡ് ആണ്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ടാസ്ക് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത്. Find out any other unique concept other than this iconic car. Sir, may I tell you something? Yep. എന്തായാലും മഹേഷിന്റെ ഓത്തറൈസ് സർവീസ് സെന്റർ ആപ്ലിക്കേഷൻ പെൻഡിംഗ് അല്ലേ? Yes. മഹേഷിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ട് അഥവാ കമ്പനിയുടെ എല്ലാ പ്രീ റെക്വിസിറ്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തൂടെ? What track record? ITA dropout? അക്കാഡമിക് ബ്രില്യൻസ് മാത്രമല്ലല്ലോ കഴിവിന്റെ മാനദണ്ഡം. Let me show you something. നിങ്ങൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടോ സർ? കുറെ കാലം മുമ്പ് ചെറുതോണിയിൽ വന്ന് ബ്രേക്ക് ഡൗൺ ആയ ഒരു ഹൈ എൻഡ് പ്രീമിയം വെഹിക്കിൾ. ഒരുപക്ഷെ അന്ന് കേരളം ഈ മുന്തിയ കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അന്ന് ഹൈലി സ്കിൽഡ് മെക്കാനിക്സ്
2 ദിവസത്തോളം ശ്രമിച്ചിട്ടും ഈ കാർ അനക്കാൻ പോലും പറ്റിയില്ല. നിങ്ങളിപ്പോ പറഞ്ഞ ITI ഡ്രോപ്പ് ഔട്ടാണ് ഈ കാർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ റിട്ടേൺ ആ കമ്പനി, മൈൻഡ് യു വിച്ച് ഇസ് എ ബിഗ് വൺ, മഹേഷിന് വലിയൊരു ഓഫറും കൊടുത്തിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ ന്യൂസ്. Well, practical knowledge is something different. Yeah. Let's see, Gauri. കമ്പനിയുടെ സർവേ മഹേഷിന്റെ എക്സ്പീരിയൻസ് ക്വാളിഫൈ ആവട്ടെ. ഇഫ് ഹി ക്വാളിഫൈസ് നമുക്ക് നോക്കാം. സത്യത്തിൽ ഞാൻ വന്നത് കമ്പനിയുടെ ആ ടാസ്കുമായിട്ടാണ്. മഹേഷിന് ആ കാറിനോടുള്ള അറ്റാച്ച്മെന്റ് കണ്ടപ്പോ ഒന്നും വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോകാന്ന് വിചാരിച്ചതാ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി മഹേഷിന് എല്ലാ പ്രോബ്ലംസിനും ആ കാറ് തന്നെ ഒരു സൊല്യൂഷനായി മാറുന്നു. ആവും, എനിക്ക് ഉറപ്പുണ്ട്. മഹേഷ് തീരുമാനം മാറ്റും. എന്താണെന്നറിയോ, എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. നൗ ഹി ലവ്സ് മീ മോർ ദാൻ ദാറ്റ് കാർ. ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിലും മഹേഷിനടുത്ത് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത് വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. എനിക്ക് അവനോട് ഇഷ്ടമുള്ളതുകൊണ്ടാ, ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം. ശരിയപ്പോ വിളിക്കാം. That's interesting. സോ ഗൗരിയുടെ ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി അല്ലേ? ഗൗരി തുടങ്ങി വെച്ചു. നമുക്ക് ജയിച്ചല്ലേ പറ്റുള്ളൂ സാർ. റൈറ്റ്. ഞാൻ അവിടെ നിന്ന് തുടങ്ങി. ഓക്കെ. കമ്പനിയുമായി ഒരുപാട് ചർച്ചകൾ, പൊരുത്തക്കേട്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല സാർ. പ്രതീക്ഷയുടെ മുന്നോട്ട് തന്നെ പോയി. ഒരു നാൾ എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങി തുടങ്ങി. Now it's time for me to welcome Mr. Mahesh Padmanabhan to our stage to receive the Business Icon of the Year award. Loud round of applause, everyone. Let's take a look at this man's life journey right now. ഒരു സാധാരണ കുടുംബത്തിൽ ജനനം, പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനിൽ നിന്നും ഒരു വർക്ക്ഷോപ്പ് ഓണറിലേക്കുള്ള ആ യാത്ര, പിന്നീട് തന്റെ അച്ഛൻ സ്വന്തമാക്കിയ 1983 ഐക്കോണിക് മാരുതി കാറിലൂടെ ജീവിതത്തിന് ഒരു പുതിയ വെളിച്ചം വരികയും തന്റെ ചെറിയ മാരുതിയുടെ ഒരു വർക്ക്ഷോപ്പ് ഓത്തറൈസ്ഡ് സർവീസ് സെന്ററായി മാറുകയും പിന്നീട് കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുമായി മൊത്തം 10ഓളം ഷോറൂമുകൾ ആരംഭിക്കുകയും ആ ജൈത്രയാത്ര ഇന്നും തുടരുകയും ചെയ്യുന്ന മിസ്റ്റർ മഹേഷ് പത്മനാഭനാണ് ഇന്ന്
നമ്മളുടെ ഈ വർഷത്തെ ബിസിനസ് ഐക്കോൺ എന്ന പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. What a proud moment. Mr. Mahesh Padmanabhan, everybody. And now, of course, നമ്മളുടെ chief celebrity guestനെ വേദിയിലേക്ക് വിളിക്കാൻ സമയമായി. But let's take a look at who that is. A social entrepreneur, naval architect par excellence, entertainment industry mogul. Yes, ladies and gentlemen, we are extremely proud to have here with us the Forbes enlisted entrepreneur, Dr. Sohan Roy. And it's time. Of course, I would like to request Mrs. Gauri Mahesh to please join her husband on stage while he receives this award. Please, ma'am. It's time. I would like to request Dr. Sohan Roy to hand over the Business Icon of the Year award to Mr. Mahesh Padmanabhan. Loud round of applause, ladies and gentlemen. Here we go.